ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ ഡൈക്കോട്ട് റൂട്ടും മോണോക്കോട്ടും തമ്മിലുള്ള വ്യത്യാസം ഒരു ചാർട്ടായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ചാർട്ട് വരച്ചിട്ടുണ്ടായിരിക്കണം, അങ്ങനെ പഠിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഡൈക്കോട്ട് സ്റ്റെമ്മും മോണോക്കോട്ട് സ്റ്റെമ്മും അത് കഴിഞ്ഞിട്ട് ഡൈക്കോട്ട് ലീഫും മോണോക്കോട്ട് ലീഫും ഇത്രയും കാര്യങ്ങളെ കുറിച്ച് പഠിക്കും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന പ്രൈമറി സ്ട്രക്ചർ ആണെന്ന് അറിയാം. എന്താണ് പ്രൈമറി സ്ട്രക്ചർ എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീണ്ടും പറയുന്നില്ല. എന്തായാലും പ്രൈമറി സ്ട്രക്ചർ ഓഫ് ഡൈക്കോട്ട് സ്റ്റെം നമുക്ക് ആദ്യം പഠിക്കും. So, primary structure of dicot stem. അപ്പം ഇതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം ഡൈക്കോട്ട് പ്ലാന്റ് ചെയ്തുകൊണ്ട് വരും. വണ്ണം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ എടുക്കുന്നില്ല, കാരണം ഇത് സെക്കൻഡ് തിക്കിങ് ആയിരുന്നു. അവിടെ എടുക്കുന്ന റൂട്ടാണ്, അതിന് സെക്കൻഡ് സ്ട്രക്ചറാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഭാഗമാണ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഡൈക്കോട്ട് ഒന്ന് കാണിക്കാൻ വേണ്ടി ലീഫ് ഞാൻ റെറ്റിക്കുലേറ്റ് ആയിട്ടൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഡൈക്കോട്ട്. അപ്പൊ അതിന്റെ ഇത്ര ഒരു സ്ലൈസ് ഞാൻ മുറിച്ചെടുക്കും. ഇങ്ങനെയൊക്കെ കാണും. അതിന് വലുതായിട്ട് വരയ്ക്കാൻ പോലെ ഇത്ര ഭാഗം ഞാൻ വലുതായിട്ട് വരച്ചത് എങ്ങനെ കാണും. സോ ലെറ്റ്സ് എൻലാർജ് ഇറ്റ്. സ്വാഭാവികമായിട്ടും ഇത് പുറമേ ആയിട്ട് ഹെയർസ് കാണും, എപ്പിഡെർമൽ ഹെയർസ്. ഇത് നമുക്ക് മൂന്ന് രീതിയിലായിട്ട് ആദ്യം തരംതിരിക്കും. ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം വാസ്കുലർ ബണ്ടിൽസ് ആണ്. ന്യൂമറസ് വാസ്കുലർ ബണ്ടിൽസ് ആണ്. അപ്പൊ ഈ വാസ്കുലർ ബണ്ടിൽ ഇവിടെ ആയിട്ട് ഒരു ടിഷ്യൂ ഇവിടെ കാണും കേട്ടോ, ഒരു ക്രസന്റ് ഷേപ്പ് ടിഷ്യൂ. അത് നമ്മൾ തന്നെ പഠിക്കാം എന്താണ്. സോ ഇതാണ് ഇത്രയും സ്ട്രക്ചർ നോക്കാം. അതായത് നമുക്ക് ഒന്ന് ഇതിന് മൂന്ന് പാർട്ടല്ലേ അവര്. ആദ്യം ഏറ്റവും പുറമേയുള്ള ഭാഗം എപ്പിഡെർമിസ്, അത് കഴിഞ്ഞ് അകത്ത് കാണുന്ന തൊട്ടുള്ളിൽ കാണുന്ന ഭാഗം, ഇത് ഇവിടെ മുതലേക്ക് വരെ എൻഡോഡെർമിസ് വരെയുള്ള ഭാഗം ഇസ് കാൾഡ് കോർട്ടെക്സ്. അത് കഴിഞ്ഞാൽ ഈ ഭാഗം, ഈ മൊത്തത്തിലുള്ള ഈ ഭാഗത്ത് വിളിക്കുന്നത് എന്താണ്? ഇസ് കാൾഡ് സ്റ്റീൽ. സ്റ്റീൽ എന്ന് ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. പുസ്തകത്തിനകത്ത് സ്റ്റീൽ എന്ന് പറയുന്നില്ലെങ്കിൽ സ്റ്റീൽ എന്ന് ഉപയോഗിക്കാം. പക്ഷേ സ്റ്റീൽ എന്നുള്ളത് നമ്മൾ നേരത്തെ റൂട്ടാണ് പഠിച്ചത്. മറ്റത്തുള്ള ഈ ഭാഗത്ത് സ്റ്റീൽ എന്ന് പറയാറുണ്ട്. ഇതിനെ സ്റ്റീൽ എന്ന് വിളിക്കാം. അപ്പോൾ വാട്ട് ആർ ത്രീ സ്ട്രക്ചേഴ്സ് ഓഫ് ഡൈക്കോട്ട് സ്റ്റെം? ക്രോസ് സെക്ഷൻ. ഇതിനാണ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ക്രോസ് സെക്ഷൻ. So when we take the cross section of a dicot stem, we can see there are three regions. The outermost protective layer called epidermis. Then region inner to the epidermis, including endodermis. Endodermis ആണ്. ഈ കാണുന്ന വര എന്താണ്? endodermis. നിങ്ങൾക്ക് അറിയാം endodermis. അത് ഉൾപ്പെടെയാണ് കോർട്ടെക്സ്. ഓക്കെ, അപ്പൊ കോർട്ടെക്സിന്റെ ഉള്ളിലാണ് endodermis. So that is second region. All the other regions are called steel. ഈ മൊത്തത്തിൽ കാണുന്നത് എൻഡോഡെർമിസ് കഴിഞ്ഞപ്പോഴാണ് മൊത്തം ദേഹത്ത് വിളിക്കുന്ന പേരാണ് ഇത് സ്റ്റീൽ. സോ there are three regions. സ്റ്റീൽ എന്ന് ഉള്ള ഒരു പേരൊന്നും പുസ്തകത്തിലില്ല, എങ്കിലും നിങ്ങൾ അങ്ങനെ പഠിക്കാം. സോ there are three regions: epidermis, cortex and steel. സ്റ്റീലിലേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത്? There you can see a large pith. പിത്തിൽ വേറെ പേര് എന്താണ്? മെഡുല്ല. പിത്ത് അഥവാ മെഡുല്ല. പിത്തിൽ നിന്നും റേ പോലെ വാസ്തവത്തിന്റെ ഇടയിലേക്ക് പോകുന്ന ഈ ഭാഗം അല്ലെ, ഞാൻ പറഞ്ഞു സൂര്യനിൽ നിന്ന് റേ പോലെ പോകുന്ന ഈ ഭാഗത്തിന് പിത്ത് റേസ് അഥവാ മെഡുലറി റേസ്. മെഡുലറി റേസ് ഓർ പിത്ത് റേസ്. ഈ ഭാഗത്തിൽ എന്താണ്? ഇത് ഈ കാണുന്ന ഓരോ ഉണ്ടയും ഒരു വാസ്കുലാർ ബണ്ടിലാണ്. വാസ്കുലാർ ബണ്ടിൽ. സ്റ്റീലിന്റെ ഭാഗങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ ഒന്ന് എ വാസ്കുലാർ ബണ്ടിൽ, ബി പിത്ത്, സി മെഡുലറി അഥവാ പിത്ത്. സ്റ്റീലിന്റെ ഭാഗങ്ങളാണ് അല്ലേ. സോ ഇത് അങ്ങനെ ഒരു റീജിയനായിട്ട് പോകും. സോ നമുക്ക് അങ്ങനെ അതിനെ തരംതിരിക്കാം അല്ലേ. അപ്പൊ എന്തൊക്കെയാണ്? When we take the cross section of a dicot stem, we can say three regions as epidermis. Then the region inner to the epidermis, including endodermis, is called the cortex. The region between epidermis and including endodermis is called cortex. Then the centermost region is called steel. Steel has so many vascular bundles. ന്യൂമറസ് വാസ്കുലർ ബണ്ടിൽസ്. അതാണ് വാസ്കുലർ ബണ്ടിൽസ് ധാരാളം കാണും.
and they are arranged as a ring. ഒരു റിംഗ് പോലെ this just like as a ring. Then the central region called pith or medulla, and the region starting from the pith up to the endodermis in between vascular bundle. Vascular bundle ഇടയിലൂടെ ഇങ്ങനെ ട്രാവേഴ്സ് ചെയ്യുന്ന ടിഷ്യൂ is called medulla ray or pith ray. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം വരച്ചു, എന്താണ് ഈ വാസ്കുലർ ബണ്ടിൽ നല്ല തൊപ്പി പോലെ നീ വരച്ചിരുന്നല്ലോ അല്ലെ. ഇവിടെ അതിനെ വിളിക്കുന്ന പേര് പെരിസൈക്കിൾ എന്നാണ്. പെരിസൈക്കിൾ. ഇപ്പൊ എൻഡോഡെർമിസ് കഴിഞ്ഞാൽ തൊട്ടുള്ളിൽ കാണുന്ന റീജിയൻ ആണ് പെരിസൈക്കിൾ. വാട്ട് ഇസ് എ പെരിസൈക്കിൾ? ദാറ്റ്സ് എ റീജിയൻ ജസ്റ്റ് ഇന്നർ ടു ദ എൻഡോഡെർമിസ്. പെരിസൈക്കിൾ ആരുടെ ഭാഗമാണ്? കോർട്ടക്സിന്റെ ആണോ സ്റ്റീലിന്റെ ആണോ? അത് സ്റ്റീലിന്റെ ഭാഗമാണ്. എൻഡോഡെർമിസ് ആരുടെ ഭാഗമാണ്? അത് കോർട്ടക്സിന്റെ ഭാഗമാണ്. അതുപോലെ എപ്പിഡെർമിസ് തൊട്ട് താഴെയുള്ള ഭാഗത്തിന് പേര് വിളിക്കും. ഇറ്റ് ഈസ് കാൾഡ് ഹൈപ്പോഡെർമിസ്. The region just inner to the endodermis is called hypodermis. Hypodermis ആരുടെ ഭാഗമാണ്? കോർട്ടക്സിന്റെ ഭാഗമാണ്. ഒരു ഐഡിയ കിട്ടിയല്ലോ. When we take the cross section of dicot stem, it can be clearly differentiated into three regions such as epidermis, cortex, and stele. And the outermost protective layer is called epidermis. It has epidermal hair. Epidermal hair ഒക്കെ ഉണ്ട്. It has epidermal hairs. Epidermal hair again. Then the stele, then cortex is a region just inner to the epidermis, including endodermis. Hypodermis is a region just inner to the epidermis, and it is a part of cortex. Then what is the boundary of stele? Stele in the boundary എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിസൈക്കിൾ ആണ്. Just inner to the endodermis there is a tissue called pericycle. ഇവിടെ അത് കാണുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. സാധാരണ മോണോകോട്ട് സ്റ്റെമിലും റൂട്ടിലും ഒക്കെ അതൊരു ലെയർ ആയിട്ട് തന്നെ കാണുമ്പോൾ ഡൈക്കോട്ട് സ്റ്റെമിൽ ഒരു പ്രത്യേകതയുണ്ട്. അത് കാണപ്പെടുന്നത് ഈ വാസ്കുലർ ബണ്ടിൽ തലയിൽ ഒരു തൊപ്പി പോലെയാണ്. ക്രസന്റ് ഷേപ്പ് എന്നാണ്. ക്രസന്റ് ചന്ദ്ര കരിഞ്ഞുള്ള ഇതിനാണ് ക്രസന്റ് ഷേപ്പ് എന്ന് വിളിക്കുന്നത്. ക്രസന്റ് ഷേപ്പ് തൊപ്പി പോലെ ക്രസന്റ് ഷേപ്പ് എന്ന് പറയുന്നത്. ക്രസന്റ് ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ചാനൽ ചർച്ചയിലൊക്കെ റെഡ് ക്രസന്റ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ചാനൽ ചർച്ചയിൽ അല്ലെ. ഈ റെഡ് ക്രോസ് എന്ന സാധനം നമ്മുടെ ഇന്ത്യയിലുണ്ട്. റെഡ് ക്രോസ് ഒരു സന്നദ്ധ സംഘടനയാണ് അല്ലേ. അറേബ്യയിൽ ഈ ക്രോസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവിടെ ഇതൊരു ക്രിസ്തീയ ചിഹ്നമായതുകൊണ്ട് അവിടുത്തെ ചിഹ്നം ഉപയോഗിക്കണം. അവിടുത്തെ ചിഹ്നം എങ്ങനെയാണ്? അറേബ്യൻ ചിഹ്നം എങ്ങനെയാണ്? അപ്പൊ അതിന്റെ പേര് നമ്മൾ ക്രസന്റ് എന്നാക്കി. ക്രസന്റ് എന്ന് വെച്ചാൽ ചന്ദ്രകലാനർത്ഥം. ആ വാക്ക് പരിചയപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പോ ക്രസന്റ് ഷേപ്പിലുള്ള ടിഷ്യൂ ആണ് ഏത്? ഈ പെരിസൈക്കിൾ. പെരിസൈക്കിൾ ഈസ് എ ക്രസന്റ് ഷേപ്ഡ് ടിഷ്യൂ ജസ്റ്റ് സീൻ അബവ് ദ വാസ്കുലർ ബണ്ടിൽ. വാസ്കുലർ ബണ്ടിന്റെ താഴെ ഇങ്ങനെ കാണപ്പെടും. ഓക്കെ. വിത്ത് ഈസ് ദ സെൻട്രമോസ്റ്റ് റീജിയൻ. വാട്ട് ഈസ് മെഡുലർ റേ? ദാറ്റ് ഈസ് ദ parenchymatous tissue traversing from medulla into the endodermis. Endodermis അങ്ങോട്ട് ഇങ്ങനെ in between vascular bundle. vascular bundle ഇടയിലൂടെ കാണപ്പെടുന്ന ടിഷ്യൂ ആണ്. How will you define medullary ray? It is a parenchymatous tissue starting from medulla and extending in between vascular bundles. vascular bundle ഇടയിലൂടെ കാണപ്പെടുന്നത് മെഡുല്ലയിൽ തുടങ്ങുന്നതുമായ parenchymatous tissue ന്റെ പേരാണ് medullary rays or pith rays. Medulla is also called as pith. ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോ സ്റ്റീലിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? പെരിസൈക്കിൾ, പിത്ത്, പിത്ത് റേസ് ആൻഡ് വാസ്കുലർ ബണ്ടിൽസ്. വാസ്കുലർ ബണ്ടിലാത്ത എന്തെല്ലാം ഉണ്ട് അറിയാം. നേരത്തെ പഠിച്ചാണ്. കണ്ടേ സൈലം ആൻഡ് ഫ്ലോയം അല്ലെ. പക്ഷെ ഇവിടെ എന്തുകൂടെ ഉണ്ട്? ക്യാമ്പിയം കൂടി ഉണ്ട്. നമ്മൾ പറയാം. ഞാൻ പറയും. സോ ഓൺ ദിസ് റീജിയൻ. ഇപ്പൊ ഇതിന്റെ പടമൊക്കെ പുസ്തകത്തിൽ കൊടുത്തത് വരച്ചു വെച്ചോ. ഇനി നമ്മൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽ സ്റ്റഡി നടത്താൻ വേണ്ടി ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകണം. ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വരയ്ക്കാൻ പോവാം. മനസ്സിലായല്ലോ? അത്ര ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ മൊത്തം സ്ട്രക്ചർ കിട്ടത്തില്ല. നിങ്ങളിപ്പോ ഒരു കേക്ക് കിട്ടുമ്പോ കേക്കിന്റെ മൊത്തം ടേസ്റ്റ് അറിയാൻ വേണ്ടി നിങ്ങൾ ഇത്ര ഭാഗം കട്ട് ചെയ്താൽ പറയാം. അത് മൊത്തം കേക്ക് തിന്നണമെന്നുണ്ടോ? ഇത്ര ഭാഗം തിന്നുമ്പോ എങ്ങനെയായിരിക്കും? അത് തന്നെ അതിന് മാറ്റി ഭാഗം. അപ്പൊ അത്ര ഭാഗം മാത്രം വന്ന് എല്ലാം ചെയ്ത് വരയ്ക്കാൻ പോകും. അപ്പൊ ഇതൊന്ന് മനസ്സിൽ വെച്ചോണം. ഞാൻ മായ്ക്കുകയാണ്. ഓക്കെ. ഇത്ര ഭാഗം മാത്രം എല്ലാവർക്കും വരയ്ക്കാൻ പോകും. ഇതെല്ലാം മനസ്സിലുണ്ടായിരിക്കണം. നമ്മൾ എന്താ വെച്ചാൽ ഇങ്ങനെ ആക്കി വരയ്ക്കാം. പുസ്തകം ഇങ്ങനെ കൊടുത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കി വരയ്ക്കുന്നത്. എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് നമ്മൾ എപ്പിഡെർമിസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ എന്താണ്? എപ്പിഡെർമൽ ഹെയർ ഉണ്ടാവും. പിന്നെ അതിന് പുറമേ കാണപ്പെടുന്ന ഒരു വാക്സി കവറിംഗ് കാർഡ് ക്യൂട്ടിക്കിൾ,
ഇനി ചിലത് സ്റ്റൊമാറ്റ, പുസ്തകത്തിനകത്ത് സ്റ്റൊമാറ്റ വരച്ച് കാണുന്നില്ല, എന്നാലും സ്റ്റൊമാറ്റ ഉണ്ടാവും, കാരണം സ്റ്റെം അല്ലേ. ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഭാഗമാണ്, എപ്പിഡെർമിസിന്റെ ഭാഗമാണ്. അപ്പൊ ഇത് മൾട്ടി സെല്ലാർ ആയിരിക്കും. ഇതിനെ ട്രൈക്കോം എന്ന് വിളിക്കാം. നമ്മൾ പഠിച്ചാണ് ട്രൈക്കോം. ഇത് ക്യൂട്ടിക്കിൾ, ഇത് എപ്പിഡെർമിസ്, ഇത് സ്റ്റൊമാറ്റ അല്ലെ. ഇത് തൊട്ടുള്ളിലായിട്ട് കാണപ്പെടുന്ന ഇതിന്റെ പേരാണ് ഹൈപ്പോഡെർമിസ്. ഞാൻ പറഞ്ഞത് ഹൈപ്പോഡെർമിസ്. അതൊക്കെയാണ്. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ഹൈപ്പോഡെർമിസ് ഇസ് മേഡ് അപ്പ് ഓഫ് കോളൻ കൈമയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോളൻ കൈമയ്ക്ക് എന്തുണ്ട്, ഈ ആംഗിളുകളിൽ തിക്നെസ് ഉണ്ട് കേട്ടോ. സോ ഇവിടെ ഹൈപ്പോഡെർമിസ് ഇസ് മേഡ് അപ്പ് ഓഫ് കോളൻ കൈമ. ആംഗിളുകളിൽ തിക്നെസ് ഉള്ള ഈ ടിഷ്യൂ ആണ് കോളൻ കൈമ. നിങ്ങൾ വരച്ച് പഠിക്കൊന്നും വേണ്ട, പുസ്തകത്തിൽ കിടക്കുന്നത് വരച്ച് പഠിക്കണം. പരീക്ഷയ്ക്ക് പടം കണ്ട തിരിച്ചറിയാനേ പറയത്തുള്ളൂ, പക്ഷെ വരയ്ക്കാനൊന്നും പറയത്തില്ല. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, അതാണ് പരീക്ഷയ്ക്ക് നിങ്ങൾ റെക്കോർഡിനകത്ത് വരയ്ക്കേണ്ടി വരും, പ്രാക്ടിക്കൽ റെക്കോർഡ് വരയ്ക്കേണ്ടി വരും. പക്ഷെ റെക്കോർഡ് വരയ്ക്കുമ്പോൾ പരീക്ഷയ്ക്ക് പടം വരയ്ക്കാൻ ആവശ്യപ്പെടും. അത് നമ്മൾ നേരത്തെ വെച്ച ഗ്രൗണ്ട് പ്ലാൻ, ഈ വട്ടത്തിൽ വരച്ചത് നേരത്തെ അത് വരച്ച് പഠിക്കേണ്ടി വരും. ഇത് വരച്ച് പഠിക്കേണ്ടതില്ല, പക്ഷെ പടം വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. ബോട്ടണിക്ക് പഠിച്ച് ഡിഗ്രിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇത് കൂടുതൽ വരച്ച് പഠിക്കേണ്ടി വരും. എനിവേ ദിസ് ഈസ് കാൾഡ് ഹൈപ്പോഡെർമിസ്. എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? കോളൻ കൈമോട് നിർമ്മിച്ചിരിക്കുന്നു. കോളൻ കൈമ. Hypodermis is made up of collenchyma. What is hypodermis? Tissue just inner to the epidermis. Epidermis തൊട്ടുള്ളിൽ കാണുന്ന ടിഷ്യൂ ആണ് hypodermis. Okay. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ കാണുന്നത് നോക്കുക. It then inner to it there are so many loosely arranged parenchyma. Loosely arranged parenchyma ധാരാളം. So this is loosely arranged parenchyma. ആരുടെ ഭാഗമാണ് ഇതെല്ലാം? കോർട്ടക്സിന്റെ ഭാഗമാണ്. അത് കഴിഞ്ഞ പിന്നെ കാണുന്നതാണ് ലെയർ ഓഫ് എൻഡോഡെർമിസ്. കണ്ടോ, ഇത് എൻഡോഡെർമിസ് ആണ്. ഇത് എൻഡോഡെർമിസ്. ഇതിലെല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്ന പേരെന്താണ്? ദിസ് ഈസ് കോർട്ടക്സ്. കണ്ടോ, കോർട്ടക്സിന്റെ ഭാഗം എന്തൊക്കെയാണ്? ഹൈപ്പോഡെർമിസ്, കോളൻകൈമാറ്റസ് ഹൈപ്പോഡെർമിസ് വരും, ലൂസ്ലി അറേഞ്ച് പാരങ്കൈമ വരും, എൻഡോഡെർമിസ് വരും. എൻഡോഡെർമിസ് പാരങ്കൈമാണെന്ന് നേരത്തെ അറിയാം, തിൻ വാട്ട് അറേഞ്ച് സെൽസ് ആണ്. പക്ഷേ ജസ്റ്റ് ലൈക്ക് റോസ്, ജസ്റ്റ് ലൈക്ക് എ സീരീസ് ഓഫ് സെല്ലാണ്, അതുകൊണ്ട് അത് ലെയർ പോലെ കാണപ്പെടും. സോ ദിസ് എൻഡോഡെർമിസ്. അപ്പൊ നമ്മൾ എന്തെല്ലാം പഠിച്ചു കഴിഞ്ഞു? എപ്പിഡെർമിസ് പഠിച്ചു കഴിഞ്ഞു, കോർട്ടക്സ് പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി എന്തുള്ളത്? ഇനി അങ്ങോട്ട് എന്താണ്? സ്റ്റീലിന്റെ വാസ്കുലർ ബണ്ടിൽസും മറ്റുമാണ് അല്ലെ. നമ്മളെല്ലാം വരയ്ക്കേണ്ട ഒരു വാസ്കുലർ ബണ്ടിൽ മാത്രമേ വരയ്ക്കും. അതിനകത്ത് കുറച്ച് ഭാഗം ക്രസന്റ് ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു ടിഷ്യൂ ആണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് പെരിസൈക്കിളാണ്. പെരിസൈക്കിൾ. ഇത് സ്ക്ലീറൻകൈമ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്ക്ലീറൻകൈമ എപ്പോഴും ഇങ്ങനെ വരയ്ക്കണം കേട്ടോ, നിങ്ങൾ അകത്തോട് ഇങ്ങനെ വരയ്ക്കണം. ഇങ്ങനെയാണ് സ്ക്ലീറൻകൈമ വരയ്ക്കുന്നത്. പാരങ്കൈമയാണ്, പക്ഷെ ഇങ്ങനെ വരച്ചാൽ അത് സ്ക്ലീറൻകൈമയാണ്. അത് സ്ക്ലീറൻകൈമയാണ്. അപ്പൊ എന്താണ്? ദിസ് ഈസ് പെരിസൈക്കിൾ. പക്ഷെ അത് എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്? ഇവിടെ സ്ക്ലീറൻകൈമ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. SCLERNCHYMA. ഇത് വാസ്കുലർ ബണ്ടിന്റെ തലയിൽ ഒരു തൊപ്പി പോലെ കാണുന്നുണ്ട്. ഇതിനെ ബണ്ടിൽ ക്യാപ്പ് എന്ന് വിളിക്കും. സോ ഇൻ ഡൈക്കോട്ട് സ്റ്റം പെരിസൈക്കിൾ ഈസ് സ്ക്ലീറൻകൈമാറ്റസ് ആൻഡ് ഇറ്റ് ഈസ് സീൻ ആസ് എ ക്യാപ്പ് എബോവ് വാസ്കുലർ ബണ്ടിൽ. ഇറ്റ് ഈസ് കാൾഡ് ബണ്ടിൽ ക്യാപ്പ്. ഇത് ഇപ്പൊ അങ്ങനെ നമ്മുടെ പുസ്തകത്തിൽ പറയുന്നില്ലെങ്കിൽ ഇത് പഠിക്കണം, എൻട്രൻസ് ഒക്കെ ചോദിക്കും. അപ്പോ എൻഡോഡെർമിസ് തൊട്ടുള്ളിൽ കാണപ്പെടുന്ന ടിഷ്യൂ ആണ് പെരിസൈക്കിൾ. പെരിസൈക്കിൾ ഇവിടെ എങ്ങനെ കാണപ്പെടുന്നു? സ്ക്ലീറൻകൈമ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അത് വാസ്കുലർ ബണ്ടിൽ തലയിൽ തൊപ്പി പോലെ കാണുന്നതാണ് ബണ്ടിൽ ക്യാപ്പ്. അപ്പൊ ഇനി എന്താണ്? ഇനിയുള്ള വാസ്കുലർ ബണ്ടിലാണ്. ഇത് വാസ്കുലർ ബണ്ടിലാണ്. വാസ്കുലർ ബണ്ടിൽ സൈലവും ഫ്ലോയും വരും അല്ലെ. അതുകൊണ്ട് ഫ്ലോയം പുറത്ത് എത്ര ഭാഗം ഫ്ലോയമാണ്. ദിസ് ഈസ് ഫ്ലോയം.
ഫ്ലോയം നമ്മൾ പഠിച്ചിട്ടുണ്ട്. CV2 സെൽസ് ഉണ്ട്, തിൻവാൾഡ് പാരങ്കീമ ഉണ്ട്, ഫ്ലോയം ഫൈബർ ഉണ്ട്. പക്ഷേ ഇവിടെ ഫ്ലോയം പാരങ്കീമ എല്ലാം അടങ്ങിയിട്ടുള്ള ഈ ടിഷ്യൂ അടച്ചാൽ ഫ്ലോയം കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. CV2 സെൽ കാണിക്കാൻ ഇത് ഫ്ലോയമാണ്. ഫ്ലോയം അപ്പൊ ഇതെന്തുമായിരിക്കും? സൈലം. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് എന്താണെന്ന് അറിയാമോ? ഇൻ ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം there is 3 to 5 layers of meristematic tissue called cambium. Cambium ഉണ്ട്. ഇത് സൈലമാണ്. സൈലത്തിനകത്ത് എല്ലാ കമ്പോണൻസ് ഉണ്ട്. അതൊക്കെയാണ് സൈലം വെസൽസ് ഉണ്ട്. ആ സൈലം വെസൽസ് സൈലം വെസൽസ് ആണ്. ഇതിനിടയ്ക്കായിട്ട് വരുന്നത് സൈലം ട്രക്കേഡ്, സൈലം പാരങ്കീമയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ്. ഇത്രയും ടിഷ്യൂ സൈലമാണ്. അതിൽ വലിയ വെസൽസ് കാണാം, ചെറിയ വെസൽസും കാണാം. ഈ വലിയ വെസൽസ് ഏതാണ്? മെറ്റാസൈലം. ചെറിയ വെസൽസ് ഏതാണ്? പ്രോട്ടോസൈലം. ഇതെന്താണ്? സൈലമാണ് അല്ലേ? അപ്പൊ ഈ ടിഷ്യൂ എന്തായിരിക്കും? ഇവിടെ ഉള്ള ഈ ടിഷ്യൂസ് ഒക്കെ എന്തായിരിക്കും? അതും മെഡില്ല. ഇതൊക്കെ മെഡില്ല ആയിരിക്കും, അല്ലെങ്കിൽ പിത്ത്. അപ്പൊ ഇതെന്തുമായിരിക്കും? ഈ കാണുന്ന ടിഷ്യൂ, വാസ്കുലറിന്റെ ഇടയിൽ കൂടെ ടിഷ്യൂ, അത് മെഡില്ല. കയറി നിങ്ങൾ കുറച്ച് ഭാഗം എടുത്തോളൂ അല്ലേ? ഇതിന്റെ എവിടെ നിന്ന് എടുത്തെന്ന് വെച്ചപ്പോ ഇതാ വാസ്ത്ര ബണ്ടിൽ ഇങ്ങനെ ധാരാളം കാണപ്പെടും. ഇത്ര ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്താണ്. അതാണ് വരച്ചിരിക്കുന്നത്. ഇത്ര ഭാഗം കട്ട് ചെയ്താണ് ഈ വരച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ കാണും. ഇതൊക്കെ പിത്താണെന്ന് വെടിയിൽ അറിയണം. അതാണ് വരച്ചിരിക്കുന്നത്. എല്ലാം ആയില്ലേ? ആയില്ലേ? അപ്പൊ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് എ ഡൈഗോൺസ്. പുസ്തകത്തിൽ ഇച്ചിരി നീട്ടിയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ആ പടമായിട്ട് കാണിക്കാം. അതും ഇതൊക്കെ മനസ്സിലാക്കി വെച്ചേക്കണം. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വരച്ചത്. മൊത്തം അതുപോലെ നമ്മൾ എക്സാക്ട് കോപ്പി ആയിട്ട് വരയ്ക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടി വരച്ചത്. അപ്പൊ ഇതൊരു കാര്യം മനസ്സിലായി. യു ക്യാൻ സീ 3 റീജിയൻസ്. ഇതൊക്കെ സ്റ്റീലിന്റെ ഭാഗമാണ് അല്ലേ? സ്റ്റീൽ നമ്മൾ ഇവിടെ ചെയ്യുന്നില്ല. അപ്പൊ നോക്കി കഴിഞ്ഞാൽ when you take a cross section, we can see the outermost thin walled unicellular layer of cells are like epidermis. It is a protective layer protecting the internal structure. It is a cuticle outside and dicot stomata with bean-shaped guard cells. Then epidermal hair called trichome. So it is also called as cuticle. It contains cuticle. The inner to the epidermis is called the hypodermis. Here in dichotostem it is collangamatous. Inner to that there is loosely arranged parenchyma. പണ്ട് ഞാൻ ക്ലോറൻകൈമ, കുറച്ച് ക്ലോറൻകൈമയുടെ പണ്ട് വരും. കാരണം സ്റ്റെമ്മിന് പച്ചറുണ്ടല്ലോ, അരിച്ചെടി സ്റ്റെമ്മിന് പച്ചറുണ്ടല്ലോ. അതുകൊണ്ട് ക്ലോറൻകൈമയുടെ വരയ്ക്കാൻ ഇപ്പൊ പുതിയ പുസ്തകത്തിൽ കാണുന്നില്ല. എന്തായാലും ശരി, ചിലപ്പോൾ ക്ലോറൻകൈമ ഉണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ക്ലോറൻകൈമ വരയ്ക്കേണ്ടി വരും. നിങ്ങൾക്ക് തൽക്കാലം വരയ്ക്കണം. അപ്പോൾ inner to it there is loosely arranged parenchymatous tissue. The innermost layer is the unicellular layer of parenchyma made called endodermis. All these 3 layers constitute cortex. അപ്പോൾ കോർട്ടക്സിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഹൈപ്പോഡെർമിസ്, പാരൻകൈമ, then endodermis. Okay. ഇനി endodermis കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടിഷ്യൂവിനെ പെരിസൈക്കിൾ എന്നാണ് വിളിക്കുന്നത്. ഡൈക്കോട്ട് സ്റ്റെമിനകത്ത് പെരിസൈക്കിൾ വാസ്കുലർ ബണ്ടിന്റെ തലയിൽ ഒരു തൊപ്പി പോലെ കാണപ്പെടുന്നു. Also it is made up of sclerenchyma. So it is called bundle cap. Then vascular bundle composed of phloem and xylem. Phloem at the outer region, xylem at the inner region. Then phloem contains all the tissues, and in between phloem and xylem there is a meristematic tissue called cambium. Then xylem contains metaxylem towards outside and protoxylem towards inside. An inner layer made up of parenchymatous medulla, and there is medullary extension in between vascular bundle is called medullary base. ഒന്നിട്ട് കാര്യം പറഞ്ഞിട്ട് ഇവിടെ നിന്ന് നോക്കിയേ, ഈ വാസ്കുലർ ബണ്ടിന്റെ സ്വഭാവം പറയും. സൈലം ഫ്ലോയം ഒരേ റേഡിയസ് ആണ് അല്ലേ? അല്ലോ. So it's called conjoint. Conjoint collateral. So the collateral വാക്ക് ഉപയോഗിക്കുന്നത് conjoint collateral. Then metaxylem towards the pith അല്ലേ? So it's called endarc. Endarc ആണ്. കാരണം പ്രോട്ടോസൈലം towards the pith ആണ്. മെറ്റാസൈലം അല്ല, പ്രോട്ടോസൈലം is facing towards the pith. ഇത് pith. പ്രോട്ടോസൈലം ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നത്. It's called endarc. സ്റ്റമ്മിന്റെ കാരക്ടറാണല്ലോ. ഇനി ഒരു കാര്യം കൂടെ പറയും. There is cambium in between xylem and phloem. It's called open. So what is the vascular bundle of dichotostem?
conjoined, endark and open because cambium is there. അല്ലേ? ഇനി ഒരു കാര്യം കൂടെ, ഈ എൻഡോഡെർമിസ് ആണ് സ്റ്റാർച്ച് ഗ്രാനുൾസ് ആണ്. എവിടെയാണ്? എൻഡോഡെർമിസ്. അതുകൊണ്ട് എൻഡോഡെർമിസിനെ സ്റ്റാർച്ച് ഷീത്ത് എന്നുള്ള വിളിക്കാറുണ്ട്. സ്റ്റാർച്ച് ഷീത്ത്. Endodermis is called starch sheath. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, which layer of the dicot stem is called starch sheath? It is called endodermis because it is called starch storage. Starch storage is another idea. So these are the things. ഇതൊക്കെ പോയി ഞാൻ പറഞ്ഞു. വീണ്ടും പറയാൻ ശ്രദ്ധിച്ചോളൂ. When they take the cross section of a dicot stem, we can say three regions: the epidermis, cortex, and stele. And the region between epidermis and endodermis, including endodermis, is called cortex. And epidermis is the outermost protective layer. And steel composed of numerous vascular bundles arranged as a ring. Numerous vascular bundles arranged as a ring. That's the character of dichotism. Ring monocotic and scattered and vari with difference. Vascular bundles arranged as a ring in dichotism, where vascular bundles are scattered in monocotism. Then we can take the section, when we take the cross section, a part enlarged. We can say distinct regions such as unicellular outermost protective layer called epidermis. It contains epidermal hair called trichome. Then it contains stomata with bean-shaped guard cells because it is dicot. Then it has a cuticle, the protective layer protecting the epidermis, preventing the entry of pathogen, preventing mechanical injury. That's all. The inner to the epidermis called hypodermis. In dichotism it is colon gametus. Then inner to that there is a loosely arranged parenchyma about 3 to 5 layers. Innermost layer is compactly arranged with a unicellular layer called endodermis. Here in endodermis there is a storage of starch which is also called as starch sheath. Then inner to the endodermis is a stellar region where so many numerous vascular bundles are seen to be arranged as a ring. And each vascular bundle has a capillary sclerenchymatous tissue made up of pericycle. We can say pericycle is a limiting layer of the steel. Steel in the outermost layer is pericycle. Then it is seen as a cap of vascular bundle, is called a bundle cap. Then each vascular bundle composed of phloem and xylem. Phloem and outer region, xylem and the inner region. In between phloem and xylem there is cambium. It is a merismatic tissue. Then xylem composed of metaxylem and protoxylem. And all of the tissues are there. Xylem tracheids, xylem parenchyma, fibers and ഈ വെസൽ മാത്രം എടുത്ത് വച്ചിട്ടുള്ളൂ. Where metaxylem is to the peripheral region and protoxylem towards the pith region. So it is endark. Since the vascular bundle is xylem and phloem same radius, it is called conjoined. Protoxylem is facing towards the pith region, is called endark. And since cambium is present between xylem and phloem, it is called open. This is the character of the dichotism. Also, the centermost region made up of parenchyma is called pith, and the pith or medulla is traversing or radiating to in between the vascular bundle is called medullary rays. And these are the structure of dichotism. ഇത്തരം പോയിന്റുകളൊക്കെ പുസ്തകത്തിൽ തന്നെ ഉള്ളതാണ്. ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളൂ. സ്റ്റീലൊന്നും പുസ്തകത്തിന്റെ കാര്യങ്ങൾ പറയുന്നില്ല, ബാക്കിയൊക്കെ പുസ്തകത്തോളം തന്നെയാണ്. പിന്നെ പെരിസൈക്കിളും സ്ക്ലിയറിംഗിയമേലസ് ഒന്നും എടുത്ത് പറയുന്നില്ല, പക്ഷെ അങ്ങനെയാണ്. So these are the characters of dichotism. Okay. ഇനി നമുക്ക് മോണോകോട്ടിസം പഠിക്കാം. വായിക്കാണ്, എല്ലാം വരച്ചു പഠിച്ചോണം. Primary structure of monocortical. Primary സത്യത്തിൽ മോണോകോട്ടിസമിന് പ്രൈമറി പറഞ്ഞ കാര്യമില്ലാണ്. മോണോകോട്ടിസമിന് പ്രൈമറി സ്ട്രക്ചർ ഉള്ളൂ അല്ലേ, സെക്കൻഡറി സ്ട്രക്ചർ ഇല്ല. എന്നാലാണ് പറയാം പ്രൈമറി സ്ട്രക്ചർ ഓഫ് മോണോകോട്ടിസം. അപ്പൊ നമ്മൾ അതിന് വേണ്ടി എടുക്കുന്നു ആ ഒരു മുളയുടെ തണ്ടിന്റെ ഏറ്റവും കനം കുറഞ്ഞ ഭാഗം മറ്റേ എടുക്കുന്നു. മുളയുടെ മോണോകോട്ടാണല്ലോ, അതിന്റെ ഏറ്റവും ടെൻഡറായ ഒരു ഭാഗത്തിന്റെ ക്രോസ് സെക്ഷൻ എടുക്കുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ ധാരാളം വാസ്കുലർ ബണ്ടിൽസ് ഇങ്ങനെ ചെറിയ കിടക്കുന്നതാണ്. ഇങ്ങനെയാണ് മറ്റത് റിംഗ് പോലെ കാണും. ഇവിടെ ധാരാളം വാസ്കുലർ ബണ്ടിൽസ് ഇങ്ങനെ ചെറിയ കിടക്കുന്നതാണ്. ഇത് വലുതായിട്ട് വരയ്ക്കാൻ പോകുന്നത്.
സി അങ്ങോട്ട് മാറ്റി വരും. Like this. ഇവിടെയാണ് എപ്പിഡെർമിസ്. എപ്പിഡെർമിസ്. Then ഇന്നത്തെ ഹൈപ്പോഡെർമിസ്. എപ്പിഡെർമിസ് ഒരു റീജിയനാണ്. അത് കഴിഞ്ഞിട്ട് ഉള്ളിലായിട്ട് കാണുന്ന രീതി ഹൈപ്പോഡെർമിസ്. അത് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഇതെല്ലാം ഗ്രൗണ്ട് ടിഷ്യൂ ആണ്. ഇതെല്ലാം ഗ്രൗണ്ട് ടിഷ്യൂ ആണ്. ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറയും. അതിനകത്ത് വാസ്കുലാർ ചെറിയ കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ വാസ്കുലാർ നടുക്കോട്ട് വലിയ വാസ്കുലാർ ആണ്. പെരിഫറൽ റീജിയനിൽ ചെറിയ ചെറിയ വാസ്കുലാർ മധ്യത്തോട്ട് വരുമ്പോഴത്തേ വലിയ വലിയ വാസ്കുലാർ ഉണ്ടാകും. ഇവിടെ എങ്ങനെ കാണപ്പെടുന്നത്? Is it as a ring? No, it is scattered. Vascular bundles are scattered. ഇത് vascular bundles. ഇതാണ് പ്രത്യേകത. So what are three regions of the this called vascular bundles? Vascular bundles. Vascular bundles. അവിടെ മോണോകോട്ട് സ്റ്റെം ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മൂന്ന് റീജിയൻസ് ആയിരുന്നു. എപ്പിഡെർമിസ്, ഇവിടുത്തെ ഗ്രൗണ്ട് ടിഷ്യൂ, ദെൻ വാസ്കുലർ ബണ്ടിൽസ് അടങ്ങിയിട്ടുള്ള ഒരു വാസ്കുലർ സിലിണ്ടർ എന്ന് പണ്ട് പറയുക. അവന് വേണം പഠിച്ചോളൂ. വാസ്കുലർ സിലിണ്ടർ പണ്ടങ്ങനെ പറയാറ്. അവന് പറയാറുണ്ട് മറ്റേതായിട്ട് വാസ്കുലർ ബണ്ടിൽസിന് കാണപ്പെടുന്ന ഭാഗം ഇങ്ങനെ കാണപ്പെടും. വാസ്കുലർ ബണ്ടിൽസിന് ധാരാളമായിട്ട് കാണപ്പെടും. ഓക്കെ. സോ ദീസ് ആർ റീജിയൻസ്. അപ്പൊ നമുക്ക് ഒരു ഓരോന്നിനോട് വ്യത്യാസം അറിയണം. നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഒരു ഭാഗം എല്ലാവരും ഇത് നോക്കണം. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, when we take the cross section of a monoculture, we can see three regions of the epidermis, then ground tissue and a vascular cylinder. Then the region just inner to the epidermis is called hypodermis. അത് ഞാൻ ലേബൽ ചെയ്യുന്നേ ഉള്ളൂ. പ്രത്യേകിച്ചും പറയാനില്ല. ഇനി ഞാൻ ഇത്ര ഭാഗം എല്ലാവരും ചെയ്യും. ഇവിടെ നിർത്തിക്കൊണ്ട് എല്ലാവരും ചെയ്യും. ഇത്ര ഭാഗം എല്ലാവരും ചെയ്താൽ നമുക്ക് നേരത്തെ പഠിച്ചുകൊണ്ട് പഠിക്കാം. നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് ക്യൂട്ടിക്കൽ ഉണ്ട്. മോണോകോട്ടിന് എപ്പിഡെർമൽ ഹെയർസ് ഇല്ല. ഓർത്തോളൂ, എപ്പിഡെർമൽ ഹെയർസ് ആർ ആബ്സെന്റ്. എന്തുകൊണ്ട് ആബ്സെന്റ് എന്ന് പറയാമോ? മോണോകോട്ട് സ്റ്റെമിന് എപ്പോഴും ആര് പൊതിഞ്ഞിരിക്കും? ലീഫിന്റെ ഷീത്ത് പഠിച്ചില്ലേ? മോണോകോട്ട് ലീഫിന്റെ ലീഫ് ബേസ് പരന്നിരിക്കുകയാണ്, സ്റ്റെമ്മിനെ പൊതിഞ്ഞിരിക്കാം. പിന്നെ രോമങ്ങൾ വളരാൻ വലിയ പാടല്ലേ, അതുകൊണ്ടാണ് രോമങ്ങൾ കാണത്തില്ല അല്ലേ? മോണോകോട്ട് സ്റ്റെമ്മിൽ കരിമ്പെടുക്കും, ഓലയും ഇളക്കി കളയുന്നുണ്ട്. നെല്ലെടുത്താൽ ഓലയും ഇളക്കി കളയും അല്ലെ? അതിന്റെ താഴെ വരെ സ്റ്റെം വയ്ക്കൊണ്ടിരിക്കും. സ്റ്റെമ്മിന്റെ ഓരോ നോഡിൽ നിന്നും ഇല ഇറങ്ങുമ്പോൾ അതിന്റെ ഒരു ഭാഗം അതിന് സ്റ്റെമ്മിനെ പൊതിഞ്ഞിരിക്കും. അടയ്ക്കാൻ മരത്തിന്റെ പാള സ്റ്റെമ്മിനെ പൊതിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ എപ്പിഡെർമൽ ഹെയർസ് കാണത്തില്ല. സ്റ്റൊമാറ്റോ ഉണ്ട്. സ്റ്റൊമാറ്റോയുടെ ഗാർഡ് സെല്ലിന്റെ ഷേപ്പ് അറിയാലും ഡംബർ ഷേപ്പ് ആയിരിക്കും. സോ ഇത് മൂന്ന് വായിച്ചപ്പോ എപ്പിഡെർമിസ് ആയി, ക്യൂട്ടിക്കിളായി, സ്റ്റൊമാറ്റോ. അപ്പൊ അതായത് ഇനി ഇത് വരയ്ക്കേണ്ടത് ഹൈപ്പോഡെർമിസ് അല്ലെ? ഇവിടെ ഹൈപ്പോഡെർമിസ് 3 to 5 layers ഓഫ് സ്ക്ലീറൻഗൈമ ആയിരിക്കും കേട്ടോ. നോക്കാം. ഹൈപ്പോഡെർമിസ് ഈസ് സ്ക്ലീറൻഗൈമാറ്റസ്. ഹൈപ്പോഡെർമിസ് സ്ക്ലീറൻഗൈമാറ്റസ് ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പാരൻഗൈമാറ്റസ് ആയിട്ടുള്ള ഗ്രൗണ്ട് ടിഷ്യൂ ആണ്. ബാക്കിയെല്ലാം തന്നെ പാരൻഗൈമാറ്റസ് ഗ്രൗണ്ട് ടിഷ്യൂ ആണ്. All these are parenchymatous ground tissue. അപ്പൊ വരയ്ക്കുന്നില്ല. പാരൻഗൈമാറ്റസ് ഗ്രൗണ്ട് ടിഷ്യൂ. അതിനകത്ത് ആര് ചേർത്ത് കിടക്കുന്നു? വാസ്കുലർ ചേർത്ത് കിടക്കുന്നു. ഇവിടെ എന്തില്ല? പിത്തും പിത്രേസും ഒന്നുമില്ല. പാരൻഗൈമാറ്റസ് ഗ്രൗണ്ട് ടിഷ്യൂ ഉള്ളൂ. കാരണം പിത്തൊന്നും ഭാഗമല്ല, അതുകൊണ്ട് പിത്രേസും ഇല്ല. പിന്നെ ഇതെല്ലാം ഗ്രൗണ്ട് ടിഷ്യൂ ആണ്. അതിന് ധാരാളം വാസ്കുലർ ചേർത്ത് കിടക്കും. അതിൽ ഒരു വാസ്കുലർ നമ്മൾ എടുക്കണം. ഒരു വാസ്കുലർ ടേക്ക് വൺ വാസ്കുലർ ഒരു വാസ്കുലർ ഉണ്ടായിരിക്കും. ഇതിന് ചുറ്റുമൊക്കെ എന്താണ്? ഇതെല്ലാം തന്നെ പാരൻഗൈമാറ്റസ് ഗ്രൗണ്ട് ടിഷ്യൂ ആണ്. ഇതെല്ലാം ഗ്രൗണ്ട് ടിഷ്യൂ ആണ്. ഇങ്ങനെ പോകണം. All these are parenchymatous ground tissue.
ഇവിടെ പെരിസൈക്കിൾ ഉണ്ടോ എന്ന് ചോദിച്ചു. പെരിസൈക്കിൾ ഉണ്ട്. പക്ഷെ മറ്റൊരു പെരിസൈക്കിൾ ബണ്ടിൽ ക്യാപ്പ് പോലല്ലേ കണ്ടത്. ഇവിടെ പെരിസൈക്കിൾ എന്താണ്? ഇവിടെ പെരിസൈക്കിൾ ബണ്ടിലെ പൊതിഞ്ഞുകൊണ്ട് ബണ്ടിൽ ഷീറ്റ് ആയിട്ടാണ് കാണുന്നത്. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്, ജസ്റ്റ് ലൈക്ക് എ ഷീറ്റ്. ഒരു വാസ്കുലർ ബണ്ടിലെ പൊതിഞ്ഞുകൊണ്ട് ക്ലിയറിംഗുമായിട്ട് സൈഡിലുള്ള ഒരു ഷീറ്റ് ആയിട്ട് കാണുന്നത്. Here, pericycle is seen as a sheath covering the vascular bundle. ഞാൻ വളരെ പെട്ടെന്ന് വരയ്ക്കുകയാണ്. നിങ്ങളെ പുസ്തകത്തിലുള്ള പടം തന്നെ വരച്ചെടുക്കണേ. മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ വരയ്ക്കണം. സോ ദിസ് ഇസ് പെരിസൈക്കിൾ. ഇവിടെ ആരാണ്? സ്ക്ലിയറൻ കൈമാറ്റസ് ആണ്. ഡൈക്കോട്ട് സ്റ്റെപ്പിൽ ക്ലിയർ സാധിക്കും. പക്ഷെ അത് ബണ്ടിൽ ക്യാപ്പ് ആയിരുന്നു. ഇവിടെ എന്താണ്? വാസ്കുലറിനെ പൊതി അടിച്ചത്. ഹിയർ ഇറ്റ് ഈസ് ബണ്ടിൽ ഷീത്ത്. ഹിയർ ഇറ്റ് ഈസ് ബണ്ടിൽ ഷീത്ത്. SHEATH ഷീത്ത്. അപ്പൊ ഇതിനകത്ത് എന്താ ഉള്ളത്? സൈലോ ഫ്ലോ ഉണ്ട്. ഇവിടെ ഫ്ലോ ഉണ്ട്. ഇത്ര ഭാഗം ഫ്ലോ ആണ്. ദിസ് റീജിയൻ ഈസ് ഫ്ലോ. ഫ്ലോയം. ഇതെല്ലാം സൈലമാണ്. ആ സൈലം. ഇത് മെറ്റാസൈലം MX. ഇത് പ്രോട്ടോസൈലം PX. പ്രോട്ടോസൈലം ഉണ്ട്, മെറ്റാസൈലം. സൈലത്തിന് മറ്റ് ടിഷ്യൂസ് ഇവിടെ കൊണ്ടുവരേണ്ടത്. അതൊക്കെ സൈലം ട്രാക്ട് സൈലം വെസൽസ് ഒക്കെ ഇവിടെ ചെറിയ കിടപ്പുണ്ട്. സൈലം പാരങ്കിലൊക്കെ ഉണ്ട്. ഇനി ഇതിനകത്ത് വാട്ടർ ഫിൽഡ് ആയിട്ട് ചില ക്യാവിറ്റീസ് കാണും. ഇതാ ചില വാട്ടർ ഫിൽഡ് ക്യാവിറ്റീസ് ആണ്. പേര് പുസ്തകത്തിൽ പറയുന്നില്ല, നിങ്ങളത് പഠിച്ചോണം. ഇതാണ് പ്രോട്ടോസൈലം ലാക്യൂണ എന്നാണ് വിളിക്കുന്നത്. പ്രോട്ടോസൈലം ലാക്യൂണ. പ്രോട്ടോസൈലത്തിൽ അവിടെ ആയിട്ട് ചില പ്രോട്ടോസൈലം അഴുകി പോയിട്ട് ഒരു ചേംബർ പോലെ ഉണ്ട്. പ്രോട്ടോസൈലം ലാക്യൂണ വിത്ത് വാട്ടർ അങ്ങനെ കാണും. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് എ മോണോകോട്ട് വാസ്കുലർ ബണ്ടിൽ. ക്യാമ്പിയം ഇല്ല. അപ്പൊ എന്തൊക്കെ പറയാം നിങ്ങൾക്ക് വാസ്കുലർ ബണ്ടിലിനെ കുറിച്ച്? Numerous vascular bundles are seen scattered in the ground tissue, where small vascular bundles towards the peripheral region and large vascular bundles towards the pith region. അല്ലെങ്കിൽ central region. Pith എന്ന് പറയാൻ പറ്റില്ല. Towards the central region. Then every vascular bundle composed of xylem and phloem. Phloem at the outer region, xylem at the inner region, and it is covered with the sclerenchymatous pericycle as a bundle sheath. Then xylem composed of metaxylem towards outer region, protoxylem towards inner region. There are certain water filled cavity called പ്രോട്ടോസൈലം ലാക്യൂണ. ക്യാമ്പിയം ഈസ് ആബ്സെന്റ് അല്ലെ? അങ്ങനെ വരുമ്പോ എന്തൊക്കെ പറയാം? ക്യാമ്പിയം ഇല്ല, ക്ലോസ്ഡ്. സൈലം ഫ്ലോ ഒരേ റേഡിയസിലാണ്, കൺജോയിന്റ് അല്ലേ? മെറ്റാസൈലം പുറത്ത്, പ്രോട്ടോസൈലം അകത്തോട്ട് വേണമല്ലോ. സോ എൻഡാർക്ക്. So this is a character of monocot system. Dicot system എങ്ങനെയായിരുന്നു? ഓപ്പൺ, കൺജോയിന്റ്, എൻഡാർക്ക്. മോണോകോട്ട് സിസ്റ്റം ആയപ്പോൾ ക്ലോസ്ഡ്, കൺജോയിന്റ്, എൻഡാർക്ക്. കാരണം എന്തില്ല? ക്യാമ്പിയം ഇല്ല. ക്യാമ്പിയം വേണ്ട, കാര്യം സെക്കൻഡ് ഡിഗ്രി ഇല്ലല്ലോ. അതാണ് കഥ. സോ ദിസ് സ്ട്രക്ചർ ഓഫ് എ മോണോകോട്ട് സ്റ്റെമ്മിന്റെ വാസ്തവം. ഇത് ഡൈക്കോട്ട് സിസ്റ്റം മോണോകോട്ട് സിസ്റ്റമുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു നോക്കി. എപ്പിഡെർമൽ ഹെയ്സ് ഇതിലില്ല, അതിനുണ്ട്. അതായി സ്റ്റൊമാറ്റ ഇവിടെ ബീൻ ഷേപ്പ്, ഇവിടെ ഡംബൽ ഷേപ്പോടെ ബീൻ ഷേപ്പ്. വ്യത്യാസം കഴിഞ്ഞല്ലോ. ഡൈക്കോട്ട് സിസ്റ്റമിന്റെ ഹൈപ്പോഡെർമിസ് കോളൻകൈമാറ്റസ്, ഇവിടെ സ്ക്ലിയറൻകൈമാറ്റസ്. ഡൈക്കോട്ട് സിസ്റ്റമിന് എപ്പിഡെർമിസ് കോർട്ടക്സ് സ്റ്റീൽ എന്ന വ്യത്യാസമുണ്ട്. ഇവിടെ എപ്പിഡെർമിസ് ഉണ്ട്, കോർട്ടക്സ് സ്റ്റീൽ എന്ന വ്യത്യാസം ഇല്ല. ശരിയല്ല, അൺഡിഫറൻഷിയേറ്റഡ് കോർട്ടക്സ് ആണ്. അതുകൊണ്ട് സ്റ്റാർച്ച് ഷീറ്റും ഇല്ല. ഡൈക്കോട്ട് സിസ്റ്റമിലാണെങ്കിൽ എൻഡോഡെർമിസ് is also called a starch sheet. Dicot system pericycle is seen as the cap of a vascular conduit bundle cap. Here it is a bundle sheath. Both are made up of sclerenchyma. That's somewhat. Then vascular bundles are numerous in dicot system and arranged as a ring. Here it is numerous and scattered. Pith and medullary rays are present in dicot system, absent in monocot system. Vascular bundles are open, conjoined and endark in dicot system, but in monocot system it is closed, conjoined and endark. Medullary rays and pith are absent in monocot system, present in dicot system. വ്യത്യാസമാണ്.
പിന്നെ ഒരു വ്യത്യാസം വേണമെങ്കിൽ എഴുതാം. എന്താണ്? സെക്കൻഡറി തിക്കനിങ് ഈസ് പ്രസന്റ് ഇൻ ഡൈക്കോട്ട് സിസ്റ്റം, ആബ്സെന്റ് ഇൻ മോണോക്കോട്ട് സിസ്റ്റം. ശരിയല്ലേ? ഇതൊക്കെ എന്റെ വ്യത്യാസങ്ങളാണ്. നിങ്ങൾ ആ വ്യത്യാസം ചാപ്റ്റർ പഠിക്കണം. ഓക്കെ, ഇതെല്ലാം മനസ്സിലാക്കി. ഇതൊക്കെ പലവണ കണ്ട് മനസ്സിലാക്കുക. ഈ വ്യത്യാസം വരെ മനസ്സിലാക്കിക്കോളൂ. സിമ്പിൾ അല്ലേ? പുസ്തകത്തിൽ ഒരു പാരഗ്രാഫ് ഉള്ളൂ, അതുകൊണ്ട് എത്ര പരത്തി പറഞ്ഞത്. പുസ്തകത്തിൽ ഒരു പാരഗ്രാഫേ ഉള്ളൂ, ഇത്ര പരത്തി പറഞ്ഞു. ഡിസ്കഷൻ സമയത്ത് കൂടുതൽ മനസ്സിലായാലേ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഡൈക്കോട്ട് ലീഫും മോണോക്കോട്ട് ലീഫും വ്യത്യാസം പഠിക്കും. അതിൽ പ്രൈമറി സ്ട്രക്ചർ സെക്കൻഡറി സ്ട്രക്ചർ ഞാൻ പറയുന്നത് എന്താ? ലീഫിന് സെക്കൻഡറി ഒന്നും ഇല്ലല്ലോ അല്ലേ? അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ഡൈക്കോട്ട് ലീഫിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെടിയുടെ ഇലയാണ്, ഡൈക്കോട്ടാണ്, വിനേഷമാണ്. ഓക്കെ, ഇങ്ങനെ കുറച്ചു. അത് എങ്ങനെയാന്ന് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞത് ഇങ്ങനെ കാണാം ഞാൻ പറഞ്ഞു. ഓക്കെ, എത്ര ഭാഗം എല്ലാവരും ചെയ്യാം? ഇത്ര ഭാഗമാണ് എല്ലാവരും ചെയ്യുന്നത്. ഓക്കെ, അത്ര ഭാഗം എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ ഇലയ്ക്ക് മുകൾ ഭാഗത്തൊരു സ്കിന്നുണ്ട്, താഴെ ഭാഗത്തൊരു സ്കിന്നുണ്ട്. നിങ്ങൾ എത്ര പേര് പിന്നെ കുരുമുളകിന്റെ ഇല എടുത്ത് കീറി നോക്കി? കുരുമുളക് വെറ്റിലയൊക്കെയാണ് നന്നായിട്ട് കിട്ടുന്നത്, അതുകൊണ്ട് ഏതെങ്കിലും ഇതിലും കിട്ടും. കീറിയിട്ടുള്ളവർക്ക് എപ്പിഡർമിസ് കാണാൻ കഴിഞ്ഞു പറയുന്നുണ്ടോ? എന്തായാലും മുകളിലത്തെ ഈ വര, അതാണ് ഞാൻ പറയുന്നത് എപ്പിഡർമിസ്, അപ്പർ എപ്പിഡർമിസ്. എന്താ അപ്പർ എപ്പിഡർമിസ്? താഴത്തത് ഇത്തിരി വളഞ്ഞിരിക്കുന്നു, അത് കാരണം ഞരമ്പ് വരുന്ന ഭാഗമാണ് ഈ വരയ്ക്കുന്നത്, അതുകൊണ്ടാണ്. ഇതെന്നെ ഞരമ്പാണെന്ന് അറിയാം, ഞരമ്പ് മിഡ്രിബ്, അതാണ്. നമ്മൾ സ്റ്റെമ്മിൽ പഠിച്ച പോലെ തന്നെ ഡംബൽ ഷേപ്ഡ് സെൽസ് ആണ് ബി, അല്ലെങ്കിൽ ഇങ്ങനെ ചെണ്ട പോലത്തെ സെല്ലുകളാണ് ഇവിടെ ഉള്ളത്. കോമ്പാക്ട് അറേഞ്ച് ആണ്, യൂണിസീരിയറ്റ് ആണ്, അങ്ങനെയൊക്കെ തന്നെയാണ് വ്യത്യാസം. സോ ദിസ് ഇസ് കോൾഡ് അപ്പർ എപ്പിഡർമിസ്. ഇതിനെ അഡാക്സിയൽ എന്ന് വിളിക്കും കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ്. അഡാക്സിയൽ എപ്പിഡർമിസ്. ഇത് ലോവർ എപ്പിഡർമിസ്. ഇതിനെ അബാക്സിയൽ എന്ന് വിളിക്കും. അത് തിരിഞ്ഞു വരുന്നത് എൻഡോസൈറ്റോസിൽ ചോദിക്കുന്നത് അബാക്സിയൽ എപ്പിഡർമിസ്. അപ്പം ഞാനിപ്പോ ഈ രണ്ടെണ്ണം വെച്ചത്, ഈ വര മുകളിൽ താഴത്ത് വര വെച്ചു. ഇതിനിടയ്ക്ക് ടിഷ്യൂസ് ഉണ്ടല്ലോ, ഉണ്ട്. ഇടയ്ക്കുള്ള ടിഷ്യൂസ് ഇങ്ങനെ ഇങ്ങനെ കാണും. അത് കഴിഞ്ഞാൽ കുറെ സെൽസ് ഇങ്ങനെ കാണും, ലൂസിലി അറേഞ്ച് ആയിരിക്കും. കണ്ടോ, ഒരുപാട് ഇൻട്രസ്റ്റെല്ലാ സ്പേസ് ആണ്. ഈ സെല്ല് മൊത്തത്തിൽ ഇവിടെ ധാരാളം ക്ലോറോപ്ലാസ്റ്റുകളെ കാണും. ഇതിനകത്ത് കുറച്ചേ കാണത്തുള്ളൂ. ഇങ്ങനെ അടുക്കിയിരിക്കുന്ന പല്ല് പോലെ അടുക്കിയ സെല്ലിനെ വിളിക്കാണ് പാലിസൈഡ് മീസോഫിൽ. പാലിസൈഡ് മീസോഫിൽ അല്ലെങ്കിൽ പാലിസൈഡ് പാരങ്കൈമ. ഇത് ലൂസായിട്ടിരിക്കുന്ന സ്പോഞ്ചി പാരങ്കൈമ. ഇത് മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് മീസോഫിൽ. അപ്പൊ മനസ്സിലായി വാട്ട് ഈസ് മീസോഫിൽ? ഇറ്റ്സ് എ ടിഷ്യൂ ബിറ്റ്വീൻ upper and lower epidermis, അല്ലെങ്കിൽ tissue between adaxial epidermis and the abaxial epidermis, in which the upper tissue is compactly arranged called palisade parenchyma and the lower region is loosely arranged called spongy parenchyma, and both the tissues are together called mesophyll. Okay, so what is mesophyll? It's a cross section. It is a tissue in between upper and lower epidermis of leaf. What is specialty in dicotys leaf?
its upper region is compactly arranged cells containing more chlorophyll. ഡൈക്കോട്ടലയുടെ മുകൾ ഭാഗത്തിൽ കൂടുതൽ പച്ചറം, അടിഭാഗത്ത് പച്ചറം കുറവല്ലേ? ഒരു പ്ലാവിന്റെ മുകൾ ഭാഗത്ത് നല്ല പച്ചറം, അടിഭാഗത്ത് മങ്ങി നിറമായിരിക്കുമല്ലോ. അതായത് ആ മുകൾ ഭാഗം ഇതാ കാണുന്നത്, അതുകൊണ്ട് നല്ല പച്ചയായിരിക്കും. അവിടെ ധാരാളം ക്ലോറോഫിൽ ഉണ്ട്. കാരണം അവിടെ സൂര്യപ്രകാശം ധാരാളം വീഴുന്നത്, അവിടെ കുറച്ച് കൂടുതൽ നടക്കണ്ട. അതുകൊണ്ടാണ് താഴെ കുറച്ച് ക്ലോറോഫിൽ കിട്ടും. അതുകൊണ്ട് അവിടെ കുറച്ച് ലൈറ്റ് കിട്ടും, അത് ക്ലോറോഫിൽ കുറവായിരിക്കും. അപ്പോൾ സ്പോഞ്ചി പാരങ്കൈമയിൽ കുറച്ച് ക്ലോറോഫിലേ കാണത്തുള്ളൂ. മാത്രമല്ല സ്പേസ് കാണും, എന്താ ഇൻഡസ്ട്രിയൽ സ്പേസ് പോലെ കാണും. അതിനെ സ്പോഞ്ചി പറയാം, സ്പോഞ്ച് പോലിരിക്കുന്നു, ഇടയ്ക്ക് സ്പേസ് ഉണ്ട്. അതിനാണ് ചേർത്ത് തുടങ്ങി വരാണ് മീസോഫിൽ. ഓക്കെ, ഇനി ഈ അപ്പർ എപ്പിഡർമിസിനും ലോവർ എപ്പിഡർമിസിനും മുകളിലായിട്ട് ഇങ്ങനെ എന്താണ് ഇവിടെ ഇതെന്താ ക്യൂട്ടിക്കിളാണ്, ക്യൂട്ടിക്കിൾ. സോ ദിസ് ഇസ് ക്യൂട്ടിക്കിൾ. സാധാരണ നിലയ്ക്കകത്ത് എപ്പിഡർമൽ ഹെയർ കാണുന്നില്ല, ചിലതിനെ കണ്ടിട്ടുണ്ട്, ഇവിടെ ഉപകരിക്കുന്നില്ല. ഇതുണ്ട്, സ്റ്റൊമാറ്റോ ഉണ്ട്. ആയിക്കോട്ടല്ലേ, സ്റ്റൊമാറ്റ മുകളിൽ കുറവും താഴെ കൂടുതലുമായി. അത് ഓർത്താണ്, മുകളിൽ കുറവും താഴെ കൂടുതലുമായി. ഇവിടെ രണ്ടെണ്ണം ഞാൻ വരയ്ക്കാറുള്ളത്, ഇതിന്റെ പഠനത്തിനകത്ത് അങ്ങനെ ഇല്ല, ഇങ്ങനെ വരയ്ക്കും. സോ ദർ ആർ മോർ സ്റ്റൊമാറ്റ അറ്റ് ലോവർ എപ്പിഡർമിസ് ദാൻ അപ്പർ എപ്പിഡർമിസ്. ഓക്കെ, ഇനി ഈ മിഡ്രിബ് വരുന്ന ഭാഗം നോക്കാൻ നമുക്ക്, രണ്ട് മിഡ്രിബ് വരുന്ന ഭാഗം. ഇതൊരു വാസ്കുലർ ബണ്ടില, ഈ മിഡ്രിബ് എന്ന് പറഞ്ഞാൽ ഒരു വാസ്കുലർ ബണ്ടിലാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് ഇതിനകത്ത് വിളിക്കാം, നമുക്ക് ബണ്ടിൽ ഷീത്ത് സെൽ. ബണ്ടിൽ ഷീത്ത് സെൽ എന്ന് വിളിക്കാം. ബണ്ടിൽ ഷീത്ത് സെല്ലിൽ നിന്ന് ഇങ്ങോട്ട് കുറെ സെൽസ് ഇങ്ങനെ കാണും, പാരങ്കൈമസ് ആയിട്ട് കുറെ സെൽസ് ഇങ്ങോട്ട് കാണും, ഇവിടെ ഇങ്ങനെ കാണും. ഇതാണ് ബണ്ടിൽ ഷീത്ത് എക്സ്റ്റൻഷൻ എന്ന് വിളിക്കുന്നത്. ബണ്ടിൽ ഷീത്ത് എക്സ്റ്റൻഷൻ. ഇത് ഇപ്പോഴത്തെ പുസ്തകത്തിൽ അത് പ്രധാനപ്പെട്ട അടയാളത്തിൽ കാണുന്നില്ല. ബണ്ടിൽ ഷീത്ത് എക്സ്റ്റൻഷൻ പാരങ്കൈമ ആയിരിക്കും ഇവിടെ നോക്കണം, പാരങ്കൈമ. It is parenchyma. So there is vascular bundle in the midrib is a vascular bundle. നിങ്ങളിപ്പോ എന്റെ കൈകൂടെ ഒരു ബ്ലഡ് വെസൽ എടുക്കുന്നുണ്ട് അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ എന്റെ ബ്ലഡ് വെസലിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ ശരീരത്തിലൂടെ പോകുന്ന ബ്ലഡ് വെസൽ കൈകൂടെ പോകുന്നതാണ്. അതുപോലെ സ്റ്റെമിലൂടെ പോകുന്ന ഒരു വാസ്കുലർ ബണ്ടിൽ ഇലയ്ക്ക് വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ മിഡ്രിബ് എന്ന് പറയുന്നത്. അതിന്റെ ക്രോസ് സെക്ഷൻ ആണ്. അതിനകത്ത് താഴെയായിട്ട് മെറ്റാസൈലവും മുകളിലായിട്ട് പ്രോട്ടോസൈലം കാണും. ഇവിടെ കുറച്ച് ഫ്ലോയോ ഒക്കെ കാണും. ഇത് മറ്റേ വാസ്കുലർ ബണ്ടിലിന്റെ അല്ലെങ്കിൽ സൈലത്തിന്റെ മറ്റു ടിഷ്യൂസ് ഒക്കെ ഇതൊക്കെ. ഇതിനകത്ത് ക്യാമ്പിയം കാണില്ല. എന്താ കാര്യം? എനിക്ക് രണ്ടാമത് വണ്ണം വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? ഇത് സ്റ്റെം എന്റെ എന്താ പറയുന്നത്, അതിനകത്ത് വാസ്കുലർ ബണ്ടിൽസ് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. വാസ്കുലർ ബണ്ടിൽ ഇങ്ങനെ പോവാണെങ്കിൽ താഴേക്ക് ഇങ്ങനെ പോകുമ്പോ ഒരു വാസ്കുലർ ബണ്ടിലാണ് വളർന്ന ഇലക്കകത്തോട്ട് ഇങ്ങനെ കയറുന്നത്. ഒരു വാസ്കുലർ ബണ്ടിലാണ് വളർന്ന ഇലയിലോട്ട് ഇങ്ങനെ കയറുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വാസ്കുലർ ബണ്ടിൽ നടുക്ക് ഇവിടെ അല്ലേ പ്രോട്ടോസൈല വരുന്നത്, എല്ലാവർക്കല്ലേ? അപ്പൊ എല്ലാവരും പ്രോട്ടോസൈല മലന്നിങ്ങനെ വരുമ്പോ പ്രോട്ടോസൈല മുകളിൽ വരും. സ്റ്റെമിനകത്ത് എല്ലാവർക്കും അയക്കുന്ന ഒരു വാസ്കുലർ ബണ്ടിൽ വളഞ്ഞ് ഇങ്ങനെ ഇലയിലോട്ട് കയറുമല്ലേ. അപ്പൊ മെറ്റാസൈലം താഴെ പോവും, പ്രോട്ടോസൈലം മുകളിൽ വരും, സ്വാഭാവിക ഫ്ലോയും താഴെ വരും. മനസ്സിലായി? നമ്മൾ അങ്ങനെയല്ലേ സ്റ്റെമിനകത്ത് പഠിച്ചത്. സ്റ്റെമ്മിന് വാസ്കുലർ ബണ്ടിൽ ഇവിടെ ആയിട്ടാണ് ഫ്ലോയം വരുന്നത്. അപ്പൊ അത് അടിയിൽ വരും, സൈലം മുകളിൽ വരും, അതിൽ തന്നെ പ്രോട്ടോസൈലം മുകളിൽ വരും. അതാണ് പഠിച്ചിരിക്കുന്നത്. മനസ്സിലായി? ഇതൊക്കെ എൻട്രൻസ് ചോദിക്കും. എങ്ങനെയാണ് പഠിക്കാനൊന്നും ഇല്ല, ഞാൻ പറഞ്ഞു എങ്ങനെയാണ്. ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അപ്പൊ ഇതാണ് എന്റെ പ്രത്യേകത. അപ്പോ ദിസ് ഈസ് സൈലം MX, this is PX. That's the structure of dicot stem. So dicot stemനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പർ ഭാഗവും ലോവർ ഭാഗവും നമുക്ക് എടുത്ത് തിരിച്ചറിയാൻ കഴിയും. നിങ്ങളൊരു പ്ലാവിന്റെ മുകൾ ഭാഗം താഴ്ഭാഗം കണ്ടുപിടിച്ചുകൂടെ. അതുകൊണ്ട് മുകൾ ഭാഗം താഴ്ഭാഗം വെവ്വേറെ ആയതുകൊണ്ടതിനെ ഡോഴ്സി വെൻട്രൽ ലീഫ് എന്നാണ് വിളിക്കുന്നത്. അപ്പർ സൈഡ് ലോവർ സൈഡ് ഒരുപോലെ തിരിച്ചറിയാൻ കഴിയും, വെവ്വേറെ ഇരിക്കുക. അതുകൊണ്ട് dicot leaf is also called as dorsal ventral leaf. Dorsal side of ventral side തിരിച്ചറിയാം. This is structure of dicot leaf. Okay.
അതിനകത്ത് പ്രത്യേക ഇൻട്രസ്റ്റ് ചോദിക്കുന്നതാണ് ഈ അബാക്സിലും തിരിച്ചു വരുന്നത്. അഡാക്സിന് മുകളിൽ അബാക്സിൽ താഴെയുമാണ്. മോർ സ്റ്റൊമാറ്റ അറ്റ് ദ അബാക്സിൽ epidermis and less stomata at the adaxial epidermis. There is vascular supply and it is covered with bundle sheath cells. Then there are bundle sheath extension. Here it is parenchymatous. Then protoxylem at the upper. ഇവിടെ നമ്മള് ഈ വാസ്കുലർ ബണ്ടിനെ കൺജോയിന്റ് കൊളാറ്റർ ഒന്നും വിളിക്കത്തില്ല. കാരണം കുറെ വാസ്കുലർ ബണ്ട് സർക്കുലായിട്ട് ഇരിക്കുമ്പോഴേ നമുക്ക് അതിനെ പറയുന്നത്. അങ്ങനെ സർക്കുലായിട്ട് അല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതൊന്നും പറയത്തില്ല. Just to say that phloem at the lower region, xylem at the upper region and the protoxylem at the top region. That's all. ഇതാണ് ആളുടെ സ്ട്രക്ചർ, ഡൈക്കോട്ട് ലീഫിന്റെ സ്ട്രക്ചർ. അവിടെ പുസ്തകത്തിലുള്ളത് ഞാൻ ഇൻസൈറ്റ് ഇട്ട് എഴുതുന്നത്, അത് വേണം വരച്ച് പഠിക്കാം. ഇത് മനസ്സിലാക്കാൻ വേണ്ടി വരച്ചു തന്നേ ഉള്ളൂ. മീസോഫിലേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാലിസൈഡ് പാരങ്കൈമ, സ്പോഞ്ചി പാരങ്കൈമ വളരെ ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഇവിടെ മീസോഫിലിസ് ഡിഫറൻഷിയേറ്റഡ് ഇൻടു പാലിസൈഡ് സ്പോഞ്ചി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കാരണം അടുത്തത് അങ്ങനെ ഇല്ല, അതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി മോണോകോട്ട് ലീഫ്. മോണോകോട്ട് ലീഫിന്റെ സ്ട്രക്ചർ പഠിക്കാൻ വേണ്ടി നിങ്ങളൊരു പുല്ലിന്റെ ഇല എടുത്താൽ, പുല്ലിന്റെ ഇല പാരന്തിനേഷ് ആണല്ലോ, കുറുകെ മുറിച്ചു. അതും ഇങ്ങനെ തന്നെ കാണാം. ഇവിടെ ഇങ്ങനെ കാണാം, പാരന്തിനേഷ് ആണെന്ന്. അതിന്റെ ഇതേപോലെ ഒരു ഭാഗം നമ്മൾ എല്ലാവരും ചെയ്തെടുക്കണം. ഇങ്ങോട്ട് എടുക്കണം. അവിടെയുണ്ട് മുകളിൽ എപ്പിഡർമിസ് ഉണ്ട്, താഴെ എപ്പിഡർമിസ് ഉണ്ട്. അതൊക്കെ നമ്മൾ അതുപോലെ തന്നെ വരയ്ക്കുക. അപ്പർ എപ്പിഡർമിസ് ഞാൻ മായ്ക്കണ്ടായിരുന്നെങ്കിൽ വരയ്ക്കാം. അപ്പർ എപ്പിഡർമിസ്. മോണോകോട്ട് ലീഫ് എഴുതാം. മോണോകോട്ട് സ്വാഭാവികമായിട്ടും ഇതിന് നമ്മൾ നേരത്തെ വരച്ചാണ്. ക്യൂട്ടിക്കിൾ ഉണ്ട്, സ്റ്റൊമാറ്റി ഉണ്ട്, ഗാർഡ് സെല്ലിന്റെ ഷേപ്പ് അറിയാമല്ലോ, ഡംബൽ ഷേപ്പ് ആയി. താഴെ അതിനുണ്ട് ക്യൂട്ടിക്കിൾ വകയുണ്ട്. അവിടെ ഉണ്ട് സ്റ്റൊമാറ്റ, ഡംബൽ ഷേപ്പ്. ഞാൻ രണ്ടെണ്ണം വരയ്ക്കുന്നില്ല, കാരണം മോണോകോട്ട് ലീഫിനകത്ത് മുകളിലും താഴെയുള്ള എപ്പിഡർമിസിനകത്ത് സ്റ്റൊമാറ്റയുടെ എണ്ണം തുല്യമായിരിക്കും. മുകളിലും താഴെ ഒരേപോലെ, മുകളിൽ 10 താഴെ 10 തന്നെ കാണും. അത് മോണോകോട്ട് ലീഫിന്റെ പ്രത്യേകത. ഇതിനിടയ്ക്ക് കാണപ്പെടുന്ന ഇവിടെ ഒരു വാസ്കുലർ ബണ്ടിലുണ്ട്, അത് ഞാൻ പിന്നെ വരയ്ക്കും. വാസ്കുലർ ബണ്ടിൽ ഇവിടെ ഉണ്ട്. ഇടയ്ക്ക് കാണപ്പെടുന്ന ഈ പാലിസൈഡ് മീസോഫിൽ എന്ന ടിഷ്യൂ. അപ്പൊ ഞാൻ ഏതാണ് അപ്പർ എപ്പിഡർമിസ്, ഞാൻ ഏതാണ് അഡാക്സിയൽ, എന്താണ് ലോവർ എപ്പിഡർമിസ് ബ്രാക്കറ്റിൽ അബാക്സിയൽ. മാറ്റമൊന്നുമില്ലേ. ഇടയ്ക്ക് കാണുന്ന ടിഷ്യൂസ് കണ്ടോ. ഇവിടെ സ്പോഞ്ചി പാലിസൈഡ് എന്ന വ്യത്യാസമില്ല, എല്ലാ സെൽസും ഒരുപോലെ. അപ്പൊ ഇത് ഇവിടുത്തെ മീസോഫിലാണ്. മീസോഫിൽ is undifferentiated into പാലിസൈഡ് ആൻഡ് സ്പോഞ്ച്. മീസോഫില് പാലിസൈഡ് സ്പോഞ്ചിന് വ്യത്യാസമില്ല. ഓക്കെ, പടത്തിൽ കണ്ടോണം, ഇൻസൈറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു വ്യത്യാസം, ഒരു വ്യത്യാസം മനസ്സിലായല്ലോ. മീസോഫിൽ is differentiated പാലിസൈഡ് സ്പോഞ്ചി ഇൻ ഡൈക്കോട്ട് ആൻഡ് ഇറ്റ് ഈസ് അൺഡിഫറൻഷിയേറ്റഡ് ഇൻ മോണോകോട്ട്. അതുകൊണ്ട് ഈ ഇലയിൽ മുകൾ ഭാഗം തിരിച്ചുഭാഗം ഒരുപോലെ ഇരിക്കും. പുലിന്റെ മുകൾ ഭാഗം താഴ്ഭാഗം ഏകദേശം ഒരുപോലെ ഇരിക്കും, വ്യത്യാസം കാണില്ല. അതുകൊണ്ട് മോണോകോട്ട് നമ്മൾ രണ്ടു വശം ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പേര് വിളിക്കുന്നത് ഐസോ ബൈലാറ്ററൽ ലീഫ്. മോണോകോട്ട് ലീഫ് ആൾസോ കോൾഡ് ആസ് ഐസോ ബൈലാറ്ററൽ ലീഫ് എന്ന് വിളിക്കും. അപ്പൊ ഇനി നമുക്ക് വാസ്കുലർ സിലിണ്ടർ നോക്കാം. വാസ്കുലർ സിലിണ്ടർ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ വാസ്കുലർ റീജിയൻസ് ഉണ്ട്. ഇതൊക്കെ പാലിസൈഡ് സ്പോഞ്ച് ചെയ്യുന്ന വ്യത്യാസം മീസോഫിലാണ്. അവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ബണ്ട് ഷീറ്റ് ഇങ്ങനെ കാണാം. ഇവിടെ ബണ്ട് ഷീറ്റായിട്ട് ഇങ്ങനെ വ്യത്യാസമൊക്കെ കാണുന്നില്ല കേട്ടോ, അത് ഓർത്തോണം. പുസ്തകം അങ്ങനെ വരച്ചില്ല, പണ്ട് അങ്ങനെ വരയ്ക്കുമായിരുന്നു, തോന്നെ വരയ്ക്കുന്നില്ല. സൈലം, മെറ്റാസൈലം, ഇവിടെ പ്രോട്ടോസൈലം, ഇവിടെ ഫ്ലോയൊക്കെ ഉണ്ട്. ഒരു വ്യത്യാസം അല്പം സ്ക്ലീറൻകൈമാറ്റസ് ആയിട്ടുള്ള ബണ്ട് ഷീറ്റ് എക്സ്റ്റൻഷനാണ്. സ്ക്ലീറൻകൈമാറ്റസ് ആയിട്ടുള്ള ബണ്ടിൽ ഷീറ്റ് എക്സ്റ്റൻഷൻ.
ബാക്കിയെല്ലാം സൈലം പാരഗൈമയിലും അതുപോലെ വ്യത്യാസമൊന്നുമില്ല. ഫ്ലോയം, മെറ്റാസൈലം, പ്രോട്ടോസൈലം, വേറെ വ്യത്യാസമൊന്നുമില്ല. ഡൈക്കോട്ട് ലീഫ് പോലെ തന്നെ വ്യത്യാസം, ചെറിയ രണ്ട് വ്യത്യാസങ്ങളുണ്ട് ഡൈക്കോട്ട് ലീഫ് മോണോക്കോട്ട് ലീഫ്. അതായത് സ്ക്ലീറം ഗൈമാറ്റിസ് ബണ്ടിൽ ഷീറ്റ്, മറ്റടുത്ത് പാരഗൈമാറ്റിസ് ആയിരുന്നു ഒരു വ്യത്യാസം. പാലിസൈഡ് സ്പോഞ്ചുള്ള വ്യത്യാസമില്ലാത്ത മീസോഫിൽ, അൺഡിഫറൻഷിയേറ്റഡ് മീസോഫിൽ. ഡംബർ ഷേപ്ഡ് ഗാർഡ് സെൽസ്. സ്റ്റൊമാറ്റ നമ്പർ ഈസ് ഈക്വൽ അറ്റ് ബോത്ത് എപ്പിഡർമിസ്. ആളദേശ സിമെറ്റർ. വ്യത്യാസം അല്ലേ? എത്ര വ്യത്യാസം എന്ന് പറയാം? 4 വ്യത്യാസങ്ങൾ. ഒന്ന്, സ്റ്റൊമാറ്റ നമ്പർ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഈക്വൽ. 2, shape of guard cell is dumbbell shaped in monocot, there it is bean shape. 3, sclerodermatous bundle sheet where bundle sheet extension where parenchymatous bundle sheet extension dicot leaf. അടുത്തത് undifferentiated mesophil in monocot, differentiated mesophil in dicot. ഇത്രയാണ് വ്യത്യാസം. It's a difference in, that's the difference between monocot leaf and dicot leaf. ഇതൊക്കെ നിങ്ങൾ ചാർട്ട് തയ്യാറാക്കി പഠിച്ചു നോക്കത്തുള്ളൂ. ചാർട്ട് തയ്യാറാക്കണം, ഡിസ്കഷൻ സമയത്ത് ഞാൻ ചാർട്ട് വരയിട്ട് തരാം. എന്തെങ്കിലും പോയിന്റ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ അതുമായിരുന്നു. ഇനി ഒരു കാര്യം പഠിക്കും. നിങ്ങൾ ഈ മോണോക്കോട്ട് ലീഫിന് ഒരു പുല്ലിന്റെ ഇല നിങ്ങൾ ഈ പുല്ലിനെ മുറിച്ച് നിങ്ങൾ മേശപ്പുറത്ത് വെച്ചേക്കുവാണെങ്കിൽ, ഇപ്പൊ അതേ പറയാം, നിങ്ങൾ ചെമ്പരത്തി വീട്ടിൽ നട്ടിട്ടുണ്ട് അതിന്റെ ഇലയല്ലേ, നിങ്ങളൊരു മോണോക്കോട്ട് ചെടിയും നട്ടിട്ടുണ്ട്. ഒരു മോണോക്കോട്ടിൽ ഒരു പുല്ല് വർഗ്ഗ ചെടി അവിടെ ഭയങ്കര വെയിൽ, സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരും, ഭയങ്കര ചൂട്. നിങ്ങൾ വെള്ളം ഒഴിക്കാൻ പറഞ്ഞത് 2 ചെടി. നിങ്ങൾ ഉച്ചയ്ക്ക് നോക്കാം, ഈ ഇല ഇങ്ങനെ വാടി താഴേക്ക് കിടക്കും. ഈ ഇലയ്ക്ക് ഉണ്ടാകുന്ന മാറ്റം എന്തുവാ? വാടി താഴേക്ക് കിടക്കുവാണോ? പറയാമോ? നിങ്ങൾ മുളയുടെ ഇല കണ്ടിട്ടുണ്ടല്ലോ, നല്ല വെയിലുള്ളപ്പോൾ ചെന്ന് നോക്കി മുളയുടെ ഇല എങ്ങനെ ഇതുപോലെ വാടി താഴേക്ക് കിടക്കുവാണോ? അല്ല, അത് ചുരുണ്ട് കുഴല് പോലെയാണ്. ചുരുണ്ട് കുഴല് പോലെയാണ്. ഇങ്ങനെ പേപ്പർ ചുരുട്ടി കുഴലാക്കുന്ന നമുക്ക് സംശയം. നിങ്ങളിപ്പോ നാളെ 2 പുല്ലിന്റെ ഓല പറിച്ച് മുറ്റത്തിട്ടേക്കും, ഇല വെയിലത്തോട്ട് മാറ്റിയിടും, ചുരുണ്ട് വരും. ചെമ്പരത്തി ഇല വാടി താഴെട്ട് വരും. അങ്ങനെയാണ്. അതായത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇതിന്റെ ക്രോസ് സെക്ഷൻ എടുത്താൽ നേരത്തെ ഇങ്ങനെയാണ് ഇരുന്നതെങ്കിൽ നല്ല വെയിലടിക്കുമ്പോൾ ഇതിന്റെ അഗ്രം ഇങ്ങനെ ചുരുണ്ട് വരും. മനസ്സിലായോ? ഇങ്ങനെ ചുരുണ്ട് വരും. ഓയിലി സ്റ്റാർട്ട് റോളിംഗ് ഓഫ് സെൽസ്, റോളിംഗ് ഓഫ് ലീഫ് റോളിംഗ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലയുടെ ഈ അഡാക്സിയൽ എപ്പിഡെർമിസ്, അഡാക്സിയൽ മുകളിലെ എപ്പിഡെർമിസിനകത്ത് ചില എംറ്റി സെൽസിന്റെ മാർജിനായിട്ടുണ്ട്. മോണോക്കോട്ട് ലീഫിന്റെ അഡാക്സിയൽ എപ്പിഡെർമിസില് മാർജിനാണ് ചില എംറ്റി സെൽസ്. അങ്ങനെയാണ് പുള്ളിഫോം സെൽസ് ഓർ മോട്ടോർ സെൽസ്. What are bulliform cells or motor cells? പരിശോധന ചോദിക്കുകയാണ്. They are certain empty cells found at the margin of the adaxial epidermis of monocot leaf. Dicot leaf ഇല്ല. When it is turgid, ശരിക്കും ധാരാളം ജലം കയറി ആ സെല്ലിങ്ങനെ വീർത്തിരിക്കുമ്പോൾ ഇല ഇങ്ങനെ വീർന്ന് വരും. ഒരു ബലൂണിനകത്ത് കാറ്റ് നിറയ്ക്കുമ്പോൾ ബലൂൺ ഇങ്ങനെ വടിയായിരിക്കും വീർത്തി, കാറ്റ് പോയാലും വാടിത്തളർന്നു. അതുപോലെ നല്ല വെയിൽ വന്ന് ഇത് ജലാംശം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊട്ടൊന്ന് ചൂടും. So it is helping for the rolling and the unrolling of leaf. When it is turgid, leaf flattened, and when it is flaccid, കാറ്റ് നഷ്ടപ്പെട്ട അവസ്ഥ. ടർജിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റൊക്കെ വീർത്തിരിക്കുക, ജലം കയറി വീർത്തിരിക്കുക, ടർജിഡ് ആയിട്ടിരിക്കുക. നിങ്ങൾ ഒരു ചെടിക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ചെടിയുടെ ഇലയൊക്കെ നേരെ നിൽക്കുന്നത് ടർജിഡായ സെല്ലുകളായിരുന്നു. വെള്ളം കിട്ടാറുമ്പോൾ ഇല വാടിപ്പോകുന്ന സെല്ലില് ജലാംശം നഷ്ടപ്പെട്ട് ഫ്ലാസിലായി ഉപ്പിലിട്ട മാങ്ങ പോലെ ചുളുങ്ങി ആ അവസ്ഥ വിളിക്കുകയാണ് ഫ്ലാസിഡ് കണ്ടീഷൻ. ഫ്ലാസിഡ്. അപ്പൊ ടർജിഡ് ആകുമ്പോൾ ഇല നോർത്തിരിക്കും, ഫ്ലാസ്ഡ് ആകുമ്പോൾ ചുരുട്ടിരിക്കും. ഇങ്ങനെ ചുരുളാൻ തുരാൻ സഹായിക്കുന്ന ആ സെല്ലിന്റെ പേരാണ് bulliform cells അഥവാ മോട്ടോർസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിക്കുന്നത്. So this is the difference between monocot leaf and dicot leaf. Monocot leaf is called dorsiventral leaf. Dicot leaf is called dorsiventral leaf and monocot leaf is called isobilateral leaf. അതിനെ പറ്റി ചോദിക്കുന്നുണ്ടാണ്. There are clear difference between upper and lower regions in dicot leaf, where there is no difference between upper and lower in its appearance. It is called isobilateral leaf. Then that's the difference. Then also
there is motor cell and bullet boxes. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റാണ് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കും. ഇതാണ് അതിനെക്കുറിച്ച്. അപ്പൊ നമ്മൾ പ്രൈമറി സെക്ടറിലും പഠിച്ചു കഴിഞ്ഞു. മോണോകോട്ട് സ്റ്റെം, ഡൈക്കോട്ട് സ്റ്റെം, മോണോകോട്ട് ലീഫ്, ഡൈക്കോട്ട് ലീഫ്, മോണോകോട്ട് റൂട്ട്, ഡൈക്കോട്ട് റൂട്ട് കഴിഞ്ഞ ദിവസം പഠിച്ചു. ഇത് നമ്മൾ രണ്ടത് വണ്ണം വെക്കുന്നത് എങ്ങനെ എന്ന് പഠിക്കണം. സെക്കൻഡറി തിക്കനിങ്. ഹൗ plant increases its girth, girth, girth or thickness is called secondary thickening. അതെങ്ങനെ നടക്കുന്നു പഠിക്കാം. ഓക്കെ. ഇത് ഞാൻ അങ്ങോട്ട് പഠിപ്പിക്കുന്ന ഏരിയ പുസ്തകത്തിൽ കിടക്കുന്നതിന്റെ അതുപോലെ ക്രമത്തിലല്ല, ചെറിയ വേരിയേഷൻ എത്തിക്കൊണ്ട്. ഒരു കാരണം അതങ്ങനെ പഠിച്ചു പോകാം, ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ചില അവസാന ഘട്ടത്തിൽ ഇപ്പോൾ വേഗം പറയും, ചിലപ്പോൾ ഇപ്പൊ കിടന്ന അവസാനം പറയുന്നു. അതുകൊണ്ട് പഠിക്കുന്ന ഭാഗത്തിന്റെ ഒരു ഭാഗം മാത്രം സ്ക്രീൻഷോട്ട് ആയിട്ട് നോട്ട് ഇട്ട് തരാം, അത് പഠിച്ചോണ്ടാണ്. നോട്ടും അതുപോലെ എന്റെ ബുക്കിലുള്ള ഡീറ്റെയിൽസ് ഇടാം. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് പറഞ്ഞില്ല എന്ന് പറയണ്ട, അടുത്ത ക്ലാസ് പറഞ്ഞിരിക്കും കേട്ടല്ലോ. ഇപ്പൊ പറയാൻ പോകുന്നത് സെക്കൻഡറി തിക്കനിങ് ഡൈക്കോട്ട് സ്റ്റെം ആദ്യം പറയുന്നത് പുസ്തകത്തിൽ റൂട്ട് അടക്കുന്നത്. ഞാൻ അത് ആദ്യം സ്റ്റെം പറയാം. So let's study about secondary thickening in dicot stem. Dicot stem. അപ്പോൾ ഡൈക്കോട്ട് സ്റ്റെം എന്ന് പറയുമ്പോൾ സെക്കൻഡറി അറിയാം, അതായത് പ്രൈമറി സ്ട്രക്ചർ ആണ്. രണ്ടാമത് വണ്ണം വെച്ച് തുടങ്ങുന്നു, അല്ലാതെ ലാറ്ററൽ നിശ്ചയം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വണ്ണം വയ്ക്കുന്നത്. അപ്പൊ ഈ സ്ട്രക്ചറും ഇവിടുത്തെ സ്ട്രക്ചറും തമ്മിൽ വ്യത്യാസം കാണും. ആ വ്യത്യാസം അവർ പഠിക്കുന്നത് എങ്ങനെയാണ്. ഇതിന്റെ സ്ട്രക്ചറിനകത്ത് എന്നിട്ട് ലാറ്ററൽ നിശ്ചയം കൂടെ ഉണ്ടല്ലേ, ഇതിന്റെ സ്ട്രക്ചറിനകത്ത് അങ്ങനെയല്ല, കുറെ വാസ്തവണ്ട് ഇങ്ങനെ സർക്കുലായിട്ട് നടക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ഇങ്ങനെയായി മാറിയത്, ആ മാറ്റമാണ് നമ്മൾ പഠിക്കുക. അപ്പൊ അത് പറഞ്ഞപ്പോൾ ആദ്യം പ്രൈമറി സ്ട്രക്ചർ ആദ്യം പറഞ്ഞിട്ട് സെക്കൻഡറി സ്ട്രക്ചറിൽ പറയാൻ പറ്റുമോ? ഓക്കെ, അത് ഞാൻ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയാം. നേരത്തെ പഠിച്ചാണെന്ന് പറയാം. എപ്പിഡെർമിസ്, എൻഡോഡെർമിസ്, കോർട്ടക്സ്, പിന്നെ ഇതിനകത്ത് ധാരാളം വാസ്കുലർ ബണ്ടിൽസ് ഉണ്ട്. ഞാൻ അറേഞ്ച് ആസ് റിംഗ്സ് എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. ആദ്യം ഈ ഭാഗത്ത് തിക്കിങ് ആണ്. വണ്ണം വയ്ക്കുക വെച്ചാൽ അതിനാണ് സ്റ്റീലാർ സെക്കൻഡറി തിക്കിങ്. സ്റ്റീലാർ സെക്കൻഡറി തിക്കിങ്. സ്റ്റീലാണ് തുടങ്ങുന്നത്. അപ്പൊ സ്റ്റീലിനകത്ത് ഇങ്ങനെ വണ്ണം വയ്ക്കുമ്പോഴത്തേക്ക് ഈ ഭാഗം പൊട്ടിപ്പോകും. അങ്ങനെയല്ലേ, നിങ്ങളിപ്പോ ഒരു ബലൂണിനകത്ത് വേറെ ബലൂൺ ഇറക്കി വെക്കുക, എന്നിട്ട് അകത്ത് ഇറക്കി വെച്ച ബലൂൺ വീർപ്പിക്കുകയാണെങ്കിൽ പുറത്തിരിക്കുന്ന ബലൂൺ വലുതാകുന്നിട്ട് പൊട്ടിപ്പോകും. ശരിയല്ല, അകത്തെ ബലൂൺ വലുതാകുന്നതനുസരിച്ച് പുറത്തെ ബലൂൺ വലുതാകുന്നില്ല എങ്കിൽ പുറത്തെ ബലൂൺ പൊട്ടിപ്പോകും. നിങ്ങളൊരു ട്യൂബിനകത്ത് വേറൊരു ട്യൂബ് ഇറക്കി വെക്കുക, എന്നിട്ട് അകത്തെ ട്യൂബ് വീർപ്പിക്കുകയാണെങ്കിൽ അതനുസരിച്ച് പുറത്തെ ട്യൂബ് വീർക്കുന്നില്ലെങ്കിൽ പൊട്ടിപ്പോകും. അതുപോലെ ഈ അകത്ത ഭാഗം ഇങ്ങനെ വീർത്ത് വരുമ്പോൾ ഇത് വലുതാകുന്നപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു സെക്കൻഡിൽ നടക്കാൻ വേണ്ടിയാണ് ഇതിനനുസരിച്ച് ഇവിടെ വണ്ണം വയ്ക്കാൻ തുടങ്ങും. അത് സ്റ്റീലിന് പുറത്തായതനുസരിച്ച് എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി തിക്കിങ് അങ്ങനെ പറയും. എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി തിക്കിങ് മനസ്സിലായി. അപ്പൊ നമ്മള് ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ സെക്കൻഡറി തിക്കിങ് പഠിക്കുമ്പോൾ രണ്ടെണ്ണം പഠിക്കണം. ഒന്ന് സ്റ്റീലിനകത്തൊരെണ്ണം നടക്കും ആദ്യം, അത് കഴിഞ്ഞ് സ്റ്റീലിന് പുറത്തൊരെണ്ണം നടക്കും, കോർട്ടക്സിൽ നടക്കും. അതിനെ വിളിക്കാണ് എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി. അങ്ങനെ വേറെ പുസ്തകം പറയുന്നില്ല, പഠിക്കാൻ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ. നമുക്ക് ആദ്യം സ്റ്റീലാർ സെക്കൻഡറി നടക്കുന്നത് പറയാം. അത് നടക്കുന്നത് എങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ ഈ വാസ്തവത്തിൽ മനസ്സിലാക്കാം. അതിനകത്ത് ഒരു ടിഷ്യൂ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറയാം, അതിന്റെ പേരാണ് ക്യാമ്പിയം. കണ്ടോ, എല്ലാ വാസ്തവ ഒരു പാരങ്കമാരുടെ ടിഷ്യൂ ഉണ്ട്, അതിനെ വിളിക്കാണ് ക്യാമ്പിയം. ആക്ച്വലി എന്താണ് ഈ ക്യാമ്പിയം? അത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ്. Cambium is a meristematic tissue. Okay. ഇതിനെ വിളിക്കുന്ന പേര് ഇൻട്രാഫസിക്കുലാർ ക്യാമ്പിയം എന്നാണ്.
what is intravascular cambium? That is cambium present in between xylem and phloem inside the vascular bundle is called intravascular cambium. Interested പറയാം ഇതൊരു പ്രൈമറി മെറിസ്റ്റം ആണ്. പണ്ട് ഇതിനകത്ത് പ്രൈമറി മെറിസ്റ്റം ആണ് ആക്ച്വലി. അപ്പൊ നമ്മള് നേരത്തെ പഠിച്ചിരുന്ന ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇത് ലാറ്ററൽ മെറിസ്റ്റം വശത്തോട്ടല്ലേ ഇരിക്കുന്നു. അപ്പൊ എല്ലാ ലാറ്ററൽ മെറിസ്റ്റം സെക്കൻഡറി മെറിസ്റ്റം അല്ല. ക്യാമ്പിയം അഥവാ ഇൻട്രാവസ്കുലർ ക്യാമ്പിയം അഥവാ ഫസിക്കുലർ ക്യാമ്പിയം എന്നും പറയാറുണ്ട്. ഫസിക്കുലർ മാത്രം പറയാറുണ്ട്, ഇൻട്രാവസ്കുലർ എന്നും പറയാറുണ്ട്. ഇതൊരു പ്രൈമറി മെറിസ്റ്റമാണ്. ഇൻട്രസ്റ്റ് പഠിച്ചാൽ എന്തായാലും ശരി. there is a meristematic tissue in between xylem and phloem in the every vascular bundle. Dichroic is called fascicular അഥവാ intravascular cambium is a primary meristem. സെക്കൻഡ് തുടങ്ങാറാകുമ്പോഴത്തേക്ക് ഒരു കാര്യം പറഞ്ഞു. ഇത് എന്താണ്? ഇതൊന്ന് ഇങ്ങോട്ട് പോകുന്ന ടിഷ്യൂ എന്നാണ് പാരങ്കൈമാറ്റസ്. മെഡിലറി ആണ്. അവിടെയുള്ള ചില പാരങ്കൈമ കൂടെ പെട്ടെന്ന് മെരിസ്റ്റമായി മാറുന്നുണ്ടോ? ഈ ക്യാമ്പിയത്തിന് ഇടയിലുള്ള പാരങ്കൈമ ഫ്രം ദ മെഡിലർ റേസ് ബിക്കം മെരിസ്റ്റമാറ്റിക്. അത് നിങ്ങൾ ഓർക്കണം, അത് പെർമനന്റ് ഇഷ്യൂ ആയിരുന്നു. ഇപ്പൊ അത് ഡിവൈഡിങ് കപ്പാസിറ്റി തിരിച്ചെടുത്തു. അപ്പൊ അത് സെക്കൻഡറി മെരിസ്റ്റം അല്ലേ? ഈ പാരങ്കൈമ എല്ലാം പെർമനന്റ് ഇഷ്യൂ ആണ്. പക്ഷെ ഇപ്പൊ ഈ വരിയിലുള്ള ഈ സെൽസ് മാത്രം ഡിവൈഡിങ് കപ്പാസിറ്റി തിരിച്ചെടുക്കുകയാണ്. അപ്പൊ അത് നമ്മൾ വിളിക്കുകയാണ് ഇന്റർഫസിക്കുലർ ക്യാമ്പിയം. ഇന്റർ ആണ്, ഇത് ഇൻട്ര, ഇത് ഇന്റർ. അത് സെക്കൻഡറി മെറിസ്റ്റം തന്നെയാണ്. സെക്കൻഡറി മെറിസ്റ്റം തന്നെയാണ്. നമുക്ക് പാരങ്കൈമ ഉണ്ടായത് അല്ലേ? ഇത് രണ്ടുകൂടെ ചേർത്ത് റിംഗ് ആയല്ലോ. This ring is called a cambial ring. അപ്പോ സ്റ്റീലാർ സെക്രട്ടറിന്റെ ആദ്യ സ്റ്റെപ്പ് എന്തുവാ? At the beginning of stellar secretory, there is a cambium in the xylem, in between xylem and phloem. It is called a vascular cambium or intravascular cambium. It is a primary meristem. Now, certain parenchyma in between vascular cambium from the medullary ray become meristematic. It is called a intervascular cambium. It is a secondary meristem because it is developed from permanent tissue. Both the vascular and intervascular cambium constitute a ring called ക്യാമ്പിയൻ റിങ് അല്ലേ? നിങ്ങൾ ക്യാമ്പിയൻ റിങ്ങിന്റെ അകത്തെന്തോ? അകത്തെല്ലാം സൈലമാണ്. ഓക്കെ, ഇതെല്ലാം സൈലല്ലേ? എക്സ് 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 എല്ലാം സൈലമാണ്, പ്രൈമറി സൈൽ. പുറത്തെന്തോ? പി ഫ്ലോയം. അപ്പോ ഈ ക്യാമ്പിയൻ റിങ്ങിന്റെ അകത്തെല്ലാം തന്നെ പ്രൈമറി സൈലും പുറത്തെല്ലാം തന്നെ സെക്കൻഡറി ഫ്ലോയമാണ്. മനസ്സിലായില്ലേ? ഇനി ഈ ക്യാമ്പിയൻ റിങ്ങിന് ഡിവൈഡ് ചെയ്യാൻ കഴിവുണ്ട്. കാരണം മെരിസ്റ്റമാറ്റിക് അല്ലേ? ആ ആശാൻ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പുതിയ പുതിയ സെല്ലുകളെ ഉണ്ടാക്കി പഴയ സെല്ലുകളെ മാറ്റി വെച്ച് അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. എങ്ങനെ ഇത് അടുത്ത മനസ്സിലാക്കി വെക്കാം. അടുത്ത ക്ലാസ്സിൽ ഇവിടെ മുതലായി ഞാൻ തുടങ്ങും. ഓക്കെ, പഠിച്ചിരിച്ചില്ല. ഓക്കെ, ശരി.